ഉമറിനോട് പോയി പറയാൻ, ജനങ്ങളോട് മൃദുലമായി പെരുമാറണം, അവരെ കഷ്ടപ്പെടുത്തരുത്. അൽ കൈസ് അവരോട് ലളിതമായി പെരുമാറണം, ക്രൂരമായി പെരുമാറരുത്, കഠിനമായി പെരുമാറരുത്, അവർക്ക് ദയ കാണിക്കണം. ഈ വിവരം സ്വപ്നത്തിൽ കണ്ടയാൾ ചെന്ന് ഉമറുൽ ഫാറൂഖ് തങ്ങളോട് പറയുമ്പോൾ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു തങ്ങളുടെ കണ്ണിൽ നിന്ന് വെലമൊഴുകി. എന്നോട് റസൂലുള്ള മൃദുലമായി പെരുമാറണമെന്ന് പറയുന്നത് ഈ ജനങ്ങളെ പരീക്ഷിച്ചത് മതി. ഇനി അള്ളാഹുവിനോട് ദുആ ചെയ്ത് അല്ലാഹു തആലാനോട് പ്രത്യേകം പ്രാർത്ഥിച്ചിട്ട് മഴ വർഷിപ്പിച്ചു കൊടുക്കാൻ വേണ്ട പരിശ്രമം എടുക്കണമെന്നാണ് ഈ പറയുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് മഹാനായ ഉമർ എന്നവർ പറഞ്ഞു, ഞാനൊരു ചുരുക്കവും എൻ്റെ പ്രജകളുമായി വിശ്വാസികളുമായി വരുത്തിയിട്ടില്ലല്ലോ, എന്തിനാണ് എന്നോട് ലളിതമായി പെരുമാറാൻ, പരുക്കമല്ലാതെ പെരുമാറാൻ അങ്ങ് പറയുന്നത് എന്ന് റസൂലുള്ളാന്റെ ഈ വാക്കിൽ പ്രത്യേകം പ്രയാസം തോന്നിക്കൊണ്ട് ഉമർ എന്നവർ പ്രത്യേകമായി വിലാപം കൊണ്ട് കരഞ്ഞ ശേഷം നടത്തിയ പ്രാർത്ഥനയാണ് സ്വഹീഹുൽ ബുഖാരിയിൽ ഇസ്തിസ്ഖാഇന്റെ ബാബിൽ മഹാനായ ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്ന അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മുൻനിർത്തിക്കൊണ്ട് മഹാനായ ഉമർ എന്നവർ ചെയ്ത പ്രാർത്ഥന. നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് സ്വഹീഹുൽ ബുഖാരി മുസ്ലിം വേദന ചെയ്തതാണ്. അബ്ബാസ് എന്നവർ റസൂലുള്ളാന്റെ പിതൃവ്യനാണ്, എളാപ്പ. നബി തങ്ങൾ ആദരിക്കുന്നയാളാണ്. ആ ആദരിക്കുന്നയാളെ അതീവ വയസ്സനാണ്. അന്ന് അദ്ദേഹത്തെ മുന്നിൽ കൊണ്ടുവന്ന് നിർത്തുമ്പോൾ കണ്ണിൻ്റെ പുരികം താഴ്ന്നിട്ടുണ്ട്, നരച്ചിട്ടുണ്ട്, നടക്കാൻ വയ്യ, പിടിച്ചുകൊണ്ട് വേണം നടക്കാൻ. അദ്ദേഹത്തിൻ്റെ രണ്ട് ഒക്കിൽ കക്ഷത്തിൽ ഇറുകെ പിടിച്ച് അദ്ദേഹത്തെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഉമർ എന്നവർ പറഞ്ഞു, പടച്ചവനെ, അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളെ നബിനെ കൊണ്ടാണ് ഇത്തരം പ്രതിസന്ധി വേളകളിൽ ഞങ്ങൾ നിന്നോട് തവസ്സുൽ ചെയ്തുകൊണ്ട് പ്രാർത്ഥിച്ചിരുന്നത്, ഞങ്ങൾ നിന്നോട് മധ്യസ്ഥ പ്രാർത്ഥന നടത്തിയിരുന്നത് ഞങ്ങളെ നബിനെ കൊണ്ടാണ്. നബിയോട് പ്രാർത്ഥിപ്പിച്ചിരുന്നു, നബിയെ മുൻനിർത്തിയിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. നബിനെ ഹക്കുകൊണ്ട് പടച്ചവനെ ഞങ്ങൾക്ക് രക്ഷ നൽകണേ എന്ന് പറയാറുണ്ടായിരുന്നു. ഇപ്പോൾ ഇതാവോ ഇന്നാന തവസ്സലു ഇലൈക ബി അമ്മി നബിയിനാ, ഞങ്ങൾ വെള്ളം ചോദിക്കുമ്പോഴൊക്കെ നബിനെ മുൻനിർത്തി തവസ്സുൽ ചെയ്യുമ്പോൾ നീ വെള്ളം തന്നിരുന്നു. നിന്റെ നബിന്റെ പിതൃവ്യനായ അമ്മിതാ നിൽക്കുന്നു, ആ അമ്മനെ മുൻനിർത്തിയിട്ട് ഞങ്ങളിതാ നിന്നോട് തവസ്സുൽ ചെയ്യുന്നു, നിന്നോടിതാ മധ്യസ്ഥ പ്രാർത്ഥന നടത്തുന്നു, ഞങ്ങൾക്ക് വെള്ളം തരണേ ഫസ്കിനാ, ഞങ്ങൾക്ക് വെള്ളം തരണേ എന്ന് പറഞ്ഞപ്പോഴേക്കും അവർക്ക് മഴ കുടുകുടാ വരികയും അന്നത്തെ ക്ഷാമം തീരത്തക്ക വിധം അവർക്ക് വെള്ളം ലഭിക്കുകയും ചെയ്തുവെന്ന് സ്വഹീഹുൽ ബുഖാരിയിലും സ്വഹീഹ് മുസ്ലിമിലുമൊക്കെ നിവേദനം ചെയ്ത ഹദീസിൽ കാണാം. ഇതിലാർക്കും തർക്കമല്ല. പക്ഷേ ഒന്നിലേ തർക്കമുള്ളൂ, അള്ളാന്റെ റസൂലിനെ കൊണ്ട് തവസ്സുൽ ചെയ്തിരുന്ന ആ പ്രാർത്ഥന ഒഴിവാക്കി അബ്ബാസ് എന്നവരെ കൊണ്ട് കണ്ടോ തവസ്സുൽ ചെയ്തിരിക്കുന്നു. അപ്പം മർച്ചോലെ കൊണ്ട് തവസ്സുൽ ചെയ്യാൻ പാടില്ല എന്നാണ് ഈ ഹദീസിൽ പറഞ്ഞു എന്ന് പറയും, ബുഖാരിയിലെ ഹദീസ് പറയുമ്പോൾ. നോക്കി നിങ്ങൾ വാദം അട്ടിമറിക്കുന്നത് ശ്രദ്ധിക്കുക. ജീവിച്ചിരിക്കുന്നവരായാലും മരിച്ചവരായാലും ആളുകളെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നത് തെറ്റാകുന്നു, ബിദ്അത്താകുന്നു, ശിർക്കാകും എന്ന് വരെ പറഞ്ഞിട്ടുള്ള കൂട്ടർ അബ്ബാസ് എന്ന വ്യക്തിയെ കൊണ്ട് അള്ളാഹുവിന്റെ റസൂലിന്റെ അമ്മനെ കൊണ്ട് തവസ്സുൽ ചെയ്ത ബുഖാരിയുടെ ഹദീസ് ഓതുമ്പോൾ അത് ജീവിച്ചിരിക്കുന്ന വ്യക്തിയാണെന്നും പറഞ്ഞ് അംഗീകരിക്കേണ്ടി വരുന്നു. അപ്പൊ ജീവിച്ചിരിക്കുന്ന വ്യക്തിയെ കൊണ്ട് ആ വ്യക്തിയെ മുൻനിർത്തിയിട്ട് തവസ്സുൽ ചെയ്യാമോ? ഇത് വ്യക്തമാക്കേണ്ടതല്ലേ. വ്യക്തിയെ വെച്ചുകൊണ്ട് ജീവിച്ചിരിക്കുന്നവരെ മുൻനിർത്തി തവസ്സുൽ ചെയ്യാമോ? ഈ വിഷയത്തിൽ വഹാബികളുടെ വാദം എന്താണ്? കൃത്യമായി പറയാൻ വഹാബികൾക്ക് ചുമതലയുണ്ട്. ഇന്ന് വരെ അവർ വ്യക്തമാക്കാറില്ല. ആകട്ടെ, ജീവിച്ചിരിക്കുന്നവരെ കൊണ്ട് തവസ്സുൽ ചെയ്തിരുന്നുവെങ്കിൽ തന്നെ ഇതേ ഹദീസിന്റെ തുടക്കവാചകം അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയിനാ ഫതസ്ഖീനാ, ഞങ്ങൾ നിന്റെ നബിനെ കൊണ്ട് ഇക്കാലം അത്രയും തവസ്സുൽ ചെയ്തിരുന്നു, അന്ന് നീ ഞങ്ങൾക്ക് മഴ വർഷിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇത് നബി വഫാത്തായിട്ട് 8 വർഷം കഴിഞ്ഞിട്ടാ. ഈ 8 വർഷത്തിലിടക്ക് പ്രതിസന്ധി വരുമ്പോൾ ഞങ്ങൾ തവസ്സുൽ ചെയ്തിരുന്നു, ആ തവസ്സുലിൽ നീ വെള്ളം തന്നിരുന്നു എന്ന് പറയുന്നത് നബിയെ കൊണ്ട് ചെയ്തിരുന്ന തവസ്സുലാണ്. അത് നബിയുടെ വഫാത്തിന് ശേഷവും ആണ്, ജീവിച്ചിരിക്കുമ്പോഴും ഉണ്ട്. ഇപ്പൊ ജീവിച്ചിരിക്കുമ്പോഴും വഫാത്തിന് ശേഷവും നടത്തുന്ന തവസ്സുൽ നബിയെ കൊണ്ട് ചെയ്യാറുണ്ടെന്ന ഭാഗം പരാമർശിച്ച ശേഷമാകുന്നു മഹാനായ ഉമർ എന്നവർ അബ്ബാസ് എന്നവരെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നത്. ഈ പ്രാർത്ഥന മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ കൊണ്ട് തവസ്സുൽ ചെയ്ത പ്രാർത്ഥന സ്വഹീഹുൽ ബുഖാരി ഉദ്ധരിച്ചതിനെ വ്യാഖ്യാനിച്ചുകൊണ്ട്
വ്യാഖ്യാതാക്കളായ ആളുകൾ അത്രയും വിവരിക്കുന്നു. ഈ സംഭവത്തിൽ നിന്നും നല്ല മനുഷ്യരെ കൊണ്ട് ഇസ്തിശ്ഫാ നടത്തൽ സുന്നത്താകുന്നു എന്ന് മനസ്സിലാക്കാം. മഹാനായ ഹാഫിദ് ഇബ്നു ഹജർ അസ്കലാനി തങ്ങൾ പറയുന്നു, വയുസ്തഫാദു മിൻ ഖിസ്സത്തിൽ അബ്ബാസ്. അബ്ബാസ് എന്നവരെ കൊണ്ട് തവസ്സുൽ ചെയ്ത ഈ ബുഖാരി ഉദ്ധരിച്ച ഖിസ്സയിൽ നിന്ന് മനസ്സിലാക്കാം, ഇസ്തിഹ്ബാബുൽ ഇസ്തിശ്ഫാഇ ബി അഹ്ലിൽ ഖൈരി വസ്സലാഹ്, സദ്വൃത്തരായ നല്ലവരെ കൊണ്ട് ശഫാഅത്ത് ലഭ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള മധ്യസ്ഥ പ്രാർത്ഥനകൾ നടത്താം. വഅഹ്ലി ബൈത്തിൻ നുബുവ്വ, നബിയുടെ കുടുംബത്തെ കൊണ്ടും പ്രത്യേകം മധ്യസ്ഥ പ്രാർത്ഥന നടത്തൽ സുന്നത്താകുന്നു. മധ്യസ്ഥ പ്രാർത്ഥന എന്ന് ഞാൻ പറയുന്നത് അവരുടെ ശഫാഅത്ത് ലഭ്യമാക്കുന്ന എല്ലാത്തരം പ്രാർത്ഥനകളെയും ഉദ്ദേശിച്ചുകൊണ്ടാണ്. ഇത് സുന്നത്താകുന്നു എന്ന് പറയാത്ത ഇമാമുകളില്ല. ഫതുഹുൽ ബാരി 2399 വ്യക്തമായി ഇത് കാണാം. ഇമാം നവവി റളിയല്ലാഹു അൻഹു തൻ്റെ അദ്കാർ 92 പേജിലും ശറഹുൽ മുഹദ്ദബ് 8274 ഇമാം മഹല്ലി തൻ്റെ കിതാബ് 2126 ഇമാം റംലി തൻ്റെ നിഹായ 3310 ഒക്കെ അള്ളാൻ്റെ റസൂലിനെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്ന ഈ പ്രാർത്ഥനയും തവസ്സുൽ ചെയ്തുകൊണ്ടുള്ള ഇസ്തിശ്ഫാഉം സുന്നത്താണെന്ന് വ്യക്തമാക്കുന്നുണ്ട്. ഇതാണ് ഇസ്തിശ്ഫാ. ഇതിൽ മധ്യസ്ഥ പ്രാർത്ഥനയിൽ തവസ്സുൽ എന്നത് വളരെ ലളിതമാണ്. നിരവധി ഹദീസുകൾ ഇതിനുണ്ട്. ഈ ഹദീസൊക്കെ ഓതുമ്പോൾ വഹാബികളുടെ നമ്പർ അത് ലഈഫാണ് എന്ന് പറയലാണ്. ലഈഫാണ് എന്ന് പറയുന്നിടത്ത് ഞാൻ ചൂണ്ടിക്കാട്ടി, ലഈഫ് എന്ന് പറയുന്ന ആ ഹദീസിലല്ല ലക്ഷ്യം നമ്മൾ പ്രത്യേകം പറയുന്നത്. ആ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ള ആളുകളോ അത് ഉദ്ധരിച്ചത് വായിച്ചിട്ടുള്ള ആളുകളോ അത് പഠിപ്പിച്ച ആളുകളോ ആക്ഷേപമുന്നയിക്കുന്ന 8ാം നൂറ്റാണ്ടിലെ ഇബ്നു തൈമിയ്യ ആക്ഷേപിക്കുന്നത് വരെ ഒരാക്ഷേപവും ഉന്നയിക്കാതെ ഈ തവസ്സുലിനെ അംഗീകരിച്ചുകൊണ്ട് സുന്നത്താണെന്ന് പറയുന്നല്ലോ. ഇതെന്തുകൊണ്ട് സ്വീകരിക്കുന്നില്ല? തലമുറകളോട് നടന്ന ഈ ഇജ്മാഇനെ സ്വീകരിക്കാതെ പോകുന്നു എന്നതാണ് തവസ്സുലിൻ്റെ ലക്ഷ്യത്തിൻ്റെ മർമ്മം. ആ മർമ്മത്തിൽ നിന്ന് ഒരടി കൂടി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അക്കൂട്ടത്തിൽ ഏറ്റവും വിമർശന വിധേയമായ ഇസ്തിഗാസക്ക്. ഇസ്തിഗാസ എന്ന് പറഞ്ഞാൽ എന്താ? നേരിട്ട് സഹായം വർത്തിക്കുക, നേരിട്ട് സഹായം വർത്തിക്കുക, നേരിട്ട് വിളിച്ചാർക്കുക, ഇതൊക്കെയാണ് അതിൻ്റെ അർത്ഥം. സഹായം വർത്തിക്കുക എന്നതിന് പ്രത്യേക വാക്യം ഇസ്തിആന, കാവൽ തേടുക എന്നതിന് പ്രത്യേക വാക്യം ഇസ്തിആദ. ഓന്നും പറഞ്ഞിട്ട് വിലപിച്ചുകൊണ്ട് നിലവിളിക്കുക അടക്കം എല്ലാ അർത്ഥത്തിലും പ്രത്യേകം വിളിച്ചുകൊണ്ട് തേടുന്നത് ഇസ്തിഗാസ. ഈ പറയുന്ന 3 തരത്തിലുള്ള ഇസ്തിശ്ഫാഉനും വളരെ പ്രമാണങ്ങളുണ്ട്. പക്ഷേ ഇതിനെ എതിർക്കുന്ന ആളുകളുടെ അന്തമില്ലായ്മ നമുക്ക് വ്യക്തമാക്കാൻ വേണ്ടി ഞാൻ ചില കാര്യങ്ങൾ പ്രത്യേകം ഊന്നി പറയട്ടെ. ഇസ്തിഗാസക്കെതിരെ, സഹായം തേടുന്നതിനെതിരെ അല്ലാഹുവല്ലാത്തവരോടുള്ള പ്രാർത്ഥനയാകുന്നു അത്. പ്രാർത്ഥന അല്ലാഹുവിനോട് മാത്രമേ പാടുള്ളൂ. നമ്മൾ സഹായം തേടുന്നത് ആരോട് സഹായം തേടുന്നുവോ അവരോടുള്ള പ്രാർത്ഥനയാകുന്നു. ആ പ്രാർത്ഥന അവർക്കുള്ള ഇബാദത്തുമാകുന്നു. അതുകൊണ്ട് അല്ലാഹുവല്ലാത്തവർക്ക് പ്രാർത്ഥിക്കുന്നത് അവർക്കുള്ള ഇബാദത്താകുന്നു എന്ന് സ്ഥാപിച്ചുകൊണ്ട് ഇസ്തിഗാസയെയും ഇസ്തിആനത്തിനെയും ഇസ്തിആദയെയും എതിർക്കുന്ന ഈ വിഭാഗം ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ എന്ന് വ്യത്യാസമില്ലാതെ തന്നെയാണ് വാദം മുന്നോട്ട് വെക്കാറുള്ളത്. തുടക്കത്തിൽ തന്നെ ഇതിനെ എതിർത്ത ആളെ ഞാൻ പറഞ്ഞല്ലോ, ഹിജറ 8ാം നൂറ്റാണ്ടിൽ ഇബ്നു തൈമിയ്യയാണെന്ന്. അദ്ദേഹം തന്നെ മിൻഹാജുസ് സുന്ന എന്ന കിതാബിൽ പറയുന്നത് ശ്രദ്ധിക്ക്. ഇബ്നു അബ്ബാസിനോട് നബി പറഞ്ഞ ഒരു ഹദീസാണ് ഇസ്തിഗാസ ശിർക്കാണ്, പാടില്ല എന്നതിന് അദ്ദേഹം ഉന്നയിക്കുന്ന പ്രഥമ തെളിവ്. എന്താ തെളിവ് എന്നറിയോ? വഖാലൻ നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഇബ്നു അബ്ബാസ്, നബി തങ്ങൾ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞു, ഇദാ സഅൽത ഫസ്അലില്ലാഹ് വഇദാ ഇസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ്. ഇബ്നു അബ്ബാസിനോട് പറയുന്നു, നീ വല്ലതും ചോദിക്കുകയാണെങ്കിൽ അള്ളാഹിനോട് ചോദിക്കണേ, നീ സഹായം തേടുന്നുവെങ്കിൽ അള്ളാഹിനോട് സഹായം തേടണേ എന്ന്. വലം യഖുൽ, നബി പറഞ്ഞില്ല സെൽനി, എന്നോട് ചോദിച്ചോ, വലസ്തഇൻ ബി, എന്നോട് സഹായം തേടിച്ചോ എന്ന് നബി പറഞ്ഞില്ല. വഖദ് ഖാല തആല ഫഇദാ ഫറഗ്ത ഫൻസബ് വഇലാ റബ്ബിക ഫർവബ്. നിസ്കാരം കഴിഞ്ഞാൽ ദുആ ചെയ്യുക, റബ്ബിലേക്ക് പ്രത്യേകം വണങ്ങി ദുആ ചെയ്യുക എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. നബിയുടെ ഹദീസിലുള്ളത് എന്നോട് ചോദിച്ചോ എന്ന് പറഞ്ഞില്ല, എന്നോട് സഹായം തേടിക്കോ എന്ന് പറഞ്ഞില്ല, അള്ളാഹിനോട് ചോദിച്ചോ, അള്ളാഹിനോട് സഹായം തേടിക്കോ എന്ന് പറഞ്ഞു എന്ന് മിൻഹാജുസ് സുന്ന എന്ന തൻ്റെ കിതാബില് 4ാം വാള്യം 243-ാം പേജിൽ കുറിക്കുന്ന ഇബ്നു തൈമിയ്യ ജീവിച്ചിരിക്കുന്ന നബിയോട് ചോദിക്കാൻ പറഞ്ഞില്ല.
അതുകൊണ്ട് നബിയോട് സഹായം തേടുന്നതും നബിയോട് സഹായം യാചിക്കുന്നതും ഇസ്തിഗാസയാകുന്നു, ശിർക്കാകുന്നു, ദുആയാകുന്നു എന്നാണ് സമർത്ഥിക്കുന്നത്. അല്ലേ? സെൽനീന്ന് ചോദിക്കില്ല എന്നതിൻ്റെ അർത്ഥം എന്താ? ഇബ്നു അബ്ബാസ് എന്ന കുട്ടിയോട് നബി വഫാത്താകുമ്പോൾ ഇബ്നു അബ്ബാസിന് വളരെ കുറഞ്ഞ പ്രായമേ ഉള്ളൂ, 8-10 വയസ്സ്. 8-10 വയസ്സ് റസൂലുള്ളാഹി തങ്ങൾ വഫാത്താകുമ്പോൾ വരുന്ന ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനോട് നബി തങ്ങൾ എന്നോട് ചോദിച്ചോ, എന്നോട് സഹായം തേടിക്കോ എന്ന് പറഞ്ഞില്ല. അതുകൊണ്ട് അല്ലാത്തവരോട് സഹായം തേടാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഇബ്നു തൈമിയ ഉദ്ദേശിക്കുന്നത് ജീവിച്ചിരിക്കുന്നവരോടും സഹായം തേടാൻ പാടില്ല. ഇവിടെ അള്ളാഹ്ക്ക് മാത്രം ഉപകാരമുള്ളതും അധികാരപ്പെട്ടതുമായ കാര്യം എന്ന് വ്യക്തമാക്കുന്നില്ല. അങ്ങനെ ഇത് പറയാൻ പറ്റുമോ? എന്നോട് ചോദിക്കൂ എന്ന് പറഞ്ഞില്ല, എന്നോട് സഹായം തേടൂ എന്ന് പറഞ്ഞില്ല. എന്തിന്? അള്ളാഹുവിന് മാത്രം അധികാരമുള്ള കാര്യങ്ങളിൽ, അള്ളാഹുവിന് കൂടി അധികാരമില്ലാത്ത കാര്യങ്ങളിൽ എന്നൊന്നും വ്യക്തമായി തിരിച്ചിട്ടില്ലല്ലോ. അപ്പോൾ ഒരു കാര്യത്തിലും സഹായം തേടാൻ പാടില്ല എന്ന് നബി എന്നോട് സഹായം ചോദിക്കൂ എന്ന് പറഞ്ഞില്ല എന്ന വാദം കൊണ്ട് സമർത്ഥിക്കുന്ന ഇബ്നു തൈമിയ ജീവിച്ചിരിക്കുന്നവരോടും മരിച്ചവരോടും ചോദിക്കാൻ പാടില്ല എന്നാണ് പറയുന്നത്. എന്നാൽ ഇത് പറയുമ്പോൾ അവർ സാധാരണ പറയുക ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതിയാൽ മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിലെ സഹായത്തേട്ടമാകുന്നു ഈ ഹദീസിലെ പരാമർശം. ഇബ്നു തൈമിയ പറഞ്ഞിട്ടില്ലേ? ഇബ്നു തൈമിയ ഇത് പറഞ്ഞിട്ടില്ല. ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് സഹായം ചോദിച്ചോ, എന്നോട് ചോദിച്ചോ എന്ന് പറഞ്ഞില്ല എന്ന് പറയുമ്പോൾ ഒരു കാര്യത്തിലും ചോദിക്കാൻ പാടില്ല എന്നാണ് ഇബ്നു തൈമിയ സമർത്ഥിക്കുന്നത്. പക്ഷേ ഇബ്നു തൈമിയയെ പ്രതി ഉടലെടുത്തിട്ടുള്ള വഹാബിസത്തിന്റെ ആളുകൾ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിക്കുന്നത് എന്താണ്? മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങളിൽ ചോദിക്കുമ്പോഴേ ദുആയാകൂ, ശിർക്കാകൂ, അതേ തെറ്റുള്ളൂ. മനുഷ്യന്റെ കഴിവുപെട്ട കാര്യങ്ങൾ ചോദിക്കാം എന്നാണ്. എന്നാ പിന്നെ ഇന്നാലെന്ന കാര്യത്തിൽ സഹായം തേടിക്കോ എന്ന് പറഞ്ഞില്ല എന്നല്ലേ ഇബ്നു തൈമിയ പറയാ. ഇരിക്കട്ടെ, മനുഷ്യ കഴിവിന് അതീതമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് എന്ത് മണ്ണാങ്കട്ട കാര്യ? ഏത് കാര്യമാണ്? മനുഷ്യന്റെ കഴിവ് ഏതു കാര്യത്തിനാണുള്ളത്? ഏതൊരു കാര്യത്തിനാണ് മനുഷ്യന് കഴിവുള്ളത്? അള്ളാഹ്ക്ക് മാത്രം കഴിവിൽപ്പെട്ട കാര്യമെന്നും മനുഷ്യന് കഴിവില്ലാത്ത കാര്യമെന്നും അള്ളാഹു വകതിരിച്ച ഒരു വിഷയം ഒരായത്ത് കൊണ്ടോ ഹദീസ് കൊണ്ടോ ഒരു തുണ്ടുകൊണ്ടെങ്കിലും തെളിയിക്കാൻ വഹാബികൾക്ക് നാളിതുവരെ കഴിഞ്ഞിട്ടില്ല. നമ്മുടെ നാട്ടിലെ വഹാബികൾക്ക് കഴിയുകയുമില്ല, ലോകത്തൊരു വഹാബികൾക്കും സാധിക്കുകയുമില്ല. ഇരിക്കട്ടെ, ഏറ്റവും അധികം അള്ളാഹ്ക്ക് മാത്രം കഴിവുള്ള കാര്യം എന്ന് പറയാൻ പറ്റുന്നത് സ്വർഗല്ലേ, പരലോകത്തെ രക്ഷ. അതിലും വലിയ കാര്യമില്ലല്ലോ. സ്വർഗവും പരലോകത്തെ രക്ഷയുമടക്കം അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബാക്കൾ നബിയോട് ചോദിച്ചത് എത്ര ഹദീസുകളിലാ. ഇമാം മുസ്ലിം തൻ്റെ സ്വഹീഹിൽ റബീഅത്ത് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു തങ്ങൾ അവർകൾ അന്തിക്ക് രാത്രിക്ക് അള്ളാഹിൻ്റെ റസൂലിനിക്ക് വെള്ളം കൊണ്ടു കൊടുത്തു ഒതുവെടുക്കാൻ. ആ സമയത്ത് എന്നോട് ചോദിച്ചോ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ അങ്ങ് ഇവിടെ കൂട്ടി വേണം നബിയേ എന്ന് അദ്ദേഹം ചോദിച്ചു. അപ്പം നബി തങ്ങൾ പറഞ്ഞു, അവോയിറാലിക്, അതല്ലാത്തതൊന്നും പറയാനില്ലേ റബിയ? അപ്പം നബി തങ്ങളോട് അദ്ദേഹം പറഞ്ഞു, ഹുവദാക്, അത് തന്നെ കിട്ടണം, അങ്ങയോട് കൂടെ സ്വർഗത്തിൽ കൂട്ട് കിട്ടണം. എൻ്റെ മാക്സിമം ആവശ്യമാണ് ഈ കിട്ടിയ സന്ദർഭത്തിൽ ഞാൻ പറയുന്നത്. കാരണം ആവശ്യം എന്തുണ്ടോ ചോദിച്ചോ എന്നാ പറയുന്നത്. എന്നാൽ സ്വർഗത്തിലെ കൂട്ട് തന്നെ വേണം, ഹുവദാക്, അത് തന്നെ വേണം എന്ന് റബിയ റളിയല്ലാഹു അൻഹു സാക്ഷ്യത്തോടു കൂടെ പറയുമ്പോൾ അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞില്ല, റബിയ, സ്വർഗം തരുന്ന കാര്യം എൻ്റെ നിയന്ത്രണത്തിലല്ല, അത് അള്ളാഹിൻ്റെ മാത്രം സ്വന്തം നിയന്ത്രണ കാര്യമാണ്, അധികാരപരിധിയിൽപ്പെട്ട കാര്യമാണ്, ആഖിറത്തിലെ കാര്യമാണ്. അവിടെ ഞാനാളല്ല, മാലിക് യൗമിദ്ദീൻ എന്നറിയാത്ത ആളാണോ റസൂലുള്ളാഹ്? സ്വർഗത്തിൻ്റെയും നരകത്തിൻ്റെയും യജമാനനും സട്ടാവും അള്ളാഹുവാണെന്നറിയാത്ത ആളാണോ റസൂലുള്ളാഹ്? ആ റസൂലുള്ള ഇത് പറഞ്ഞില്ല. പിന്നെന്തേ റസൂലുള്ള പറഞ്ഞത്? ആവട്ടെ, അതാണെങ്കിൽ ആവട്ടെ, ഫഇന്നി അലാ നഫ്സിക ബികസ്റതി സുജൂദ്, കുറച്ചധികം നിസ്കരിച്ചും കൊണ്ട് നീയും കൂടി എന്നെ സഹായിക്കണം, എന്നാൽ ഞാൻ ആ കാര്യം സാധിപ്പിച്ചു തരാമെന്ന് ശഫീഉനാ റസൂലുള്ളാഹി. സ്വഹീഹ് മുസ്ലിം 1353, അബൂദാവൂദ് 235, നസായിൻ്റെ സുനൻ 1242 വ്യക്തമായി പറയുന്നു. ഇമാം അഹ്മദ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന മറ്റൊരു സംഭവം കാണി. സിയാദ് ഇബ്നു അബി സിയാദ് എന്ന ബനു മഖ്സൂം ഗോത്രക്കാരനായ ആൾ പറയുന്നു, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഒരു ഖാദിം അള്ളാഹുവിൻ്റെ റസൂലിനോട് അദ്ദേഹം പറയുന്നു, കാനൻ നബിയ്യു മിമ്മാ യഖൂലു ലിൽ ഖാദിം അലക ഹാജ അലക ഹാജ,
നിനക്കെന്തെല്ലാം ആവശ്യമുണ്ട്, വല്ല ആവശ്യമുണ്ടോ എന്ന് ഇടയ്ക്കിടെ നബിയുടെ പരിചാരകനോട് നബി ചോദിച്ചിരുന്നു. കാൽ ഹത്താ കാന ദാത്ത യൗമിൻ, അന്നൊക്കെ അയാളൊരു ആവശ്യവും പറയൂല, ഒന്നുമില്ലെന്ന് പറയും. എന്താ ആവശ്യം എന്ന് ചോദിക്കുമ്പോൾ വിചാരിക്കുന്നത് ദുന്യാവിലെ വല്ല ആവശ്യമുണ്ടോ, പണം ആവശ്യമുണ്ടോ, ബുദ്ധിമുട്ട് തീർക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ചോദിക്കാന്നാ. ഇയാളൊന്നും പറയൂല. ഹത്താ കാന ദാത്ത യൗം, ഒരു ദിവസം വന്നപ്പോ ഖാല യാ റസൂലല്ലാഹ് ഹാജത്തി, എനിക്കൊരാവശ്യമുണ്ട് എന്ന് പറഞ്ഞു. ഇയാൾ അങ്ങോട്ട് പറയാം, ഹാജത്തി, എനിക്കൊരാവശ്യമുണ്ട്. ഖാൽ, നബി ചോദിച്ചു, വമാ ഹാജതു, എന്താ നിന്റെ ആവശ്യം? ഖാല ഹാജത്തി അൻ തശ്ഫഅലി യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ നബിയെ അങ്ങനെക്ക് ശഫാഅത്ത് ചെയ്യണം. അന്ത്യനാളിലെ ശഫാഅത്ത് അങ്ങയുടെ നിനക്ക് കിട്ടണം. അശ്ശഫാഅത ഹബ്ലനാ ഫിൽ ഖിയാമത്തി മുശ്ഫിഖ വാഹ്ലനാ ഇൻ ضاع യാ സയ്യിദി ഖൈറൻ നബി എന്ന് മങ്കൂസ് മൗലിദിലെ വാക്യം. അള്ളാഹുവിൻ്റെ റസൂലേ, അങ്ങ് ഖിയാമത്ത് നാളിൽ ഞങ്ങൾക്ക് ശഫാഅത്ത് നൽകണേ. അള്ളാഹുവിൻ്റെ ഹബീബേ, ഞങ്ങൾക്ക് ശഫാഅത്ത് നൽകണേ. അത് നഷ്ടപ്പെട്ടാൽ ഞങ്ങൾ എത്ര നഷ്ടകാരികളാണ്. ശഫാഅത്ത് നൽകണേ എന്ന് പറയുന്ന പ്രാർത്ഥന, അള്ളാഹിൻ്റെ റസൂലിനോടുള്ള യാചന, ആ യാചനയും ഇസ്തിശ്ഫാഉം ശിർക്കാണെന്ന് പറയുന്ന വഹാബി അള്ളാഹിൻ്റെ റസൂലിനോട് ഈ സ്വഹാബി വര്യൻ പറയുന്നത് കേൾക്കുന്നില്ല. അപ്പം പറയാതെ ജീവിച്ചിരിക്കുന്ന നബിയോടാണ്, നിങ്ങൾ പറയുന്നത് വഫാത്തായ നബിയോടാണ്. അത് നമുക്ക് വേറിട്ട് പറയാം. ഇബ്നു തൈമിയ പറയുന്ന ശിർക്കാണ് നിങ്ങൾ പറയുന്ന ശിർക്കെങ്കിൽ, ഇബ്നു തൈമിയയുടെ ഇസ്തിഗാസ ശിർക്കെന്ന വാദമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ, ജീവിച്ചിരിക്കുന്നവരൊന്നും മരിച്ചവരൊന്നും വ്യത്യാസമില്ലാതെയാണ് സഹായം ചോദിക്കാൻ അല്ലാഹു അല്ലാത്തവരോട് പാടില്ല എന്ന് അദ്ദേഹം പറയുന്നത്. നാം മിൻഹാജു സുന്നയിൽ നിന്ന് വായിച്ചല്ലോ. അങ്ങനെ ഇരിക്കെ ശഫാഅത്ത് നബി തങ്ങളോട് ചോദിക്കുന്നത് അല്ലാഹുവിന്റെ റസൂലിന്റെ അധികാരത്തിൽപ്പെട്ടതാണോ? അള്ളാന്റെ അനുമതി കിട്ടാതെ ശഫാഅത്ത് ചെയ്യുന്നവൻ ആരുണ്ട് എന്ന് ആയത്തുൽ കുർസിയിലെ ആയത്ത് ഓതുന്ന വഹാബി അള്ളാന്റെ റസൂലിന് അധികാരത്തിൽപ്പെട്ടതാണോ ഈ ശഫാഅത്ത്? അല്ല, പടച്ചോന്റെ അധികാരത്തിൽപ്പെട്ടതും പടച്ചോൻ അനുവാദം നൽകുമ്പോൾ നബിക്ക് സാധിക്കുന്നതുമാണ്. ആ ശഫാഅത്ത് ചോദിക്കുന്നു സ്വഹാബി. അപ്പൊ നബി ചോദിക്കുന്നത് എന്താ? വമൻ ദല്ലക അലാ ഹാദാ, ആരേ കുട്ടിയെ നിനക്ക് ഈ വിവരം പറഞ്ഞു തന്നു, ഈ സൂത്രം? വല്ലാത്ത ചോദ്യമുള്ളത്. ഖിയാമത്ത് നാളിൽ എൻ്റെ ശഫാഅത്ത് കിട്ടണോ എന്നുള്ളത് മാക്സിമം ചോദ്യം. അത് കിട്ടിയാൽ പിന്നെ എല്ലാം അതിലടങ്ങി. ആരേ നിനക്കത് പഠിപ്പിച്ചത്? ഖാല റബ്ബി അസ്സ വജൽ, എൻ്റെ പടച്ചോൻ മാത്രം പഠിപ്പിച്ചതാ, ഒരു മനുഷ്യനും പഠിപ്പിച്ചതല്ല. പടച്ചോൻ എൻ്റെ മനസ്സിൽ പഠിപ്പിച്ചു. ഖാൽ അമാ ഫഇന്നി ബികസ്റത്തി സുജൂദ്, എന്നാൽ നീ നിരാശനാകണ്ട, നല്ലപോലെ നിസ്കരിച്ചോ, കുറെ അധികം നിസ്കരിച്ചോ, എൻ്റെ ശഫാഅത്ത് ഞാൻ നൽകാം. ശഫീഉനാ റസൂലുള്ളാഹി. വളരെ വ്യക്തമാണ്. ഇമാം അഹ്മദ് തൻ്റെ മുസ്നദിൽ 3-ാം വാല്യം 500-ാം പേജിൽ നിവേദനം ചെയ്ത് വളരെ വ്യക്തമായി കുറിച്ചിട്ടുള്ള ഹദീസാണിത്. ഹദീസ് നിരൂപകന്മാരിൽപ്പെട്ട വഹാബികൾ കൂടി ഉദ്ധരിക്കുന്ന ആളാണ് ഹൈസമി. അദ്ദേഹം തന്റെ മജ്മുഉ സവാഇദിൽ പറയുന്നു, റിജാലുഹു റിജാലു സ്വഹീഹ്, ഇതിന്റെ റിപ്പോർട്ടർമാരെല്ലാം പ്രബലരാകുന്നു, സ്വഹീഹായ ഹദീസാകുന്നു ഇത് എന്ന്. ഇമാം തൊബറാനി പറയുന്ന മറ്റൊന്ന് നോക്കൂ. മുസ്അബുൽ അസ്ലമി റളിയല്ലാഹു അൻഹു ഇൻതലക ഗുലാമുൻ മിന്നാ ഫഅത നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫഖാല ഇന്നി സായിലുക സുആലൻ. അള്ളാന്റെ റസൂലിന്റെ അടുത്തേക്ക് ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട അസ്ലം ഗോത്രക്കാരൻ്റെ ഒരു ചെറുപ്പക്കാരൻ കടന്നു ചെന്നു. അദ്ദേഹം നബിനോട് പറഞ്ഞു, നബിയെ, ഞാൻ അങ്ങയോടൊരു ചോദ്യം ചോദിക്കുകയാണ്. ഖാല വമാ ഹുവ, എന്താ കുട്ടി എനിക്ക് ചോദിക്കാൻ? ഖാല അസ്അലുക അൻ തജ്അലനി മിമ്മൻ തശ്ഫഉ ലഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ അങ്ങ് ശഫാഅത്ത് ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ എന്നെയും പെടുത്തണം ഈ സാധുവിനെ എന്ന് അദ്ദേഹം ചോദിക്കുന്നു. ഖാല മൻ അല്ലമക ഹാദാ, ആരാ നിനക്കത് പഠിപ്പിച്ചു തന്നത് എന്ന് അള്ളാന്റെ റസൂൽ ചോദിക്കുന്നു. ഖാൽ മാ അമറനി ബിഹി അഹദുൻ ഇല്ലാ നഫ്സി, എൻ്റെ മനസ്സിൽ മാത്രം ഉദയം ചെയ്ത ആശയമാണ്, മറ്റാരും പഠിപ്പിച്ചതല്ല എന്ന് അദ്ദേഹം. ഖാൽ ഫഇന്നക മിമ്മൻ അശ്ഫഉ ലഹു യൗമൽ ഖിയാമ, എന്നാൽ ഞാൻ ശുപാർശ ചെയ്യുന്നവരുടെ കൂട്ടത്തിൽ നീയും പെട്ടു നിശ്ചയം. ഖാല റസൂലുള്ളാഹി, അള്ളാന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുക. ഇമാം തൊബറാനി തൻ്റെ മുഅ്ജമുൽ കബീർ 20-ാം വാല്യം 365-ാം പേജിൽ നിവേദനം ചെയ്യുന്ന ഈ ഹദീസ് ഏറ്റവും വലിയ ഹദീസ് നിരൂപകനായ ഹാഫിദ് സൈനുദ്ദീൻ ഇറാഖി നിവേദനം ചെയ്യുന്നു. അദ്ദേഹം പറയുന്നു, റിജാലുഹു റിജാലു സ്വഹീഹ്, സ്വഹീഹായ ഹദീസിന്റെ റാവികളാണ് ഇതിന്റെ റിപ്പോർട്ടർമാർ. കണ്ടോ, പരലോകത്ത് സ്വർഗവും പരലോകത്ത് നബിയുടെ ശുപാർശയും എത്ര സ്വഹാബിമാരാ ചോദിക്കുന്നത്?
ഇനി ഉദ്ധരിച്ചാൽ മടുക്കുമെന്നതുകൊണ്ടാണ് ഞാൻ ഉദ്ധരിക്കാതിരിക്കുന്നത്. ഇത് പോയി അള്ളാന്റെ റസൂല് തന്നെ നോക്കി. അള്ളാഹുവിൻ്റെ അധികാരപരിധിയിൽ മാത്രം പെട്ട ഇത്തരം കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ ഇത് പാടില്ല എങ്കിൽ സമുദായത്തെ പഠിപ്പിക്കേണ്ട നബി അത് പാടില്ലെന്ന് പറയുകയല്ല, നിനക്കാരിത് പഠിപ്പിച്ചു, നിനക്കെവിടെ നിന്ന് കിട്ടി ഇതെന്ന് കൗതുകം കൂറിയിട്ട് അവരെ പ്രോത്സാഹിപ്പിക്കുകയും അവർ ചോദിച്ചതിന് മറുപടി നൽകിക്കൊണ്ട് അവർക്ക് ശഫാഅത്ത് വാഗ്ദാനം ചെയ്യുകയും ചെയ്യുമ്പോൾ അള്ളാന്റെ റസൂൽ ഈ ഉമ്മത്തിനെ പഠിപ്പിക്കുന്നത് എന്താണ്? ചോദിക്കുമ്പോൾ ഇങ്ങനെ ചോദിക്കണം. ദുന്യാവിലെ ഞൊട്ട ചോദിക്കരുത്, ദുന്യാവിലെ പണം ചോദിക്കരുത്, രോഗം സുഖപ്പെടുന്ന കാര്യം ചോദിക്കരുത്, മറ്റു കാര്യങ്ങൾ ചോദിക്കരുത്, അതിലേറെ ഒക്കെ വില കൽപ്പിക്കേണ്ടത്. ചോദിക്കരുത് എന്നാൽ ചോദിച്ചാൽ ശിർക്കാണ് എന്ന് പറയാനല്ല, അത് ചോദിച്ചാലും കൊള്ളാം, ആ ചോദിച്ചതും ഉണ്ട്, അത് വേറെ നമുക്ക് പറയാം. നമ്മളെ പോലത്തെ സാധുക്കളല്ലേ, നമ്മളെപ്പോലെ സാധുക്കൾക്കും വേണ്ടേ ദീനിൽ പ്രമാണം, നമ്മൾ ചെയ്യുന്നതും ആവാം. ഹദീസിൽ ഇതൊക്കെ ഉണ്ട്. അത്യാവശ്യം ചിലത് മാത്രം ഞാൻ ഉദ്ധരിക്കട്ടെ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുൻപിൽ അബീ മൂസൽ അശ്അരി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഒരു സംഭവം കേൾക്കി. അത്തൻ നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറാബിയുൻ, നബിയുടെ അടുക്കൽ ഒരു ഗ്രാമീണൻ കടന്നു ചെന്നു. ഫഅക്രമഹു, നബി അദ്ദേഹത്തെ നല്ലോണം ആദരിച്ചു. വഖാല ലഹു ഇത്തിന, നീ വാ എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി. ഫഅതാഹു, അദ്ദേഹം നബിയുടെ അടുത്തേക്ക് ചെന്നു. ഫഖാല ലഹു റസൂലുള്ളാഹി സൽ ഹാജതക്, നിന്റെ ആവശ്യം എന്താച്ചാ ചോദിച്ചോ എന്ന് പറഞ്ഞു. ഇത്തരം നല്ല സന്ദർഭം കിട്ടുമ്പോൾ സ്വഹാബികൾ ചോദിച്ചത് നിങ്ങൾ ഓർക്കണം. സ്വർഗത്തിലെ കൂട്ട്, യൗമുൽ ഖിയാമയിലെ ശഫാഅ, ഇതൊക്കെയല്ലേ നമ്മളെ മെയിൻ ലക്ഷ്യം. അത്തരം ലക്ഷ്യങ്ങൾ നബിയിൽ നിന്ന് നേടാൻ, നബിയിൽ നിന്ന് ലഭ്യമാക്കാൻ നമുക്ക് അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ഇങ്ങനെ ഒരു സ്വഹാബിനോട്, ഒരു അറാബിയോട് അള്ളാന്റെ റസൂല് പറഞ്ഞപ്പോൾ ആ നല്ല ചാൻസിൽ അദ്ദേഹം പറഞ്ഞ എന്താണെന്നറിയോ? അദ്ദേഹം നമ്മളെപ്പോലെ ഒരാളായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നാഖത്തുന്നർക്കബുഹ, ഞങ്ങൾക്ക് യാത്ര ചെയ്യാൻ ഒരു ഒട്ടകം വേണം, ഒരു നല്ല പെണ്ണൊട്ടകം. എൻ്റെ കുടുംബങ്ങൾ പട്ടിണിയിലാണ്, ഓൽക്ക് കറന്നു കുടിക്കാൻ കുറച്ച് ആടും വേണോ? അറാബികളല്ലേ, ഓല ആവശ്യം പറയാവല്ലോ. നല്ലൊരു ഒട്ടകം വാഹനത്തിന്, ഞങ്ങൾക്ക് കറന്നു കുടിക്കാൻ കുറച്ച് ആടുകളും വേണം. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പോൾ അള്ളാന്റെ റസൂല് പറഞ്ഞു, അജസ്തും അൻ തകൂനു മിസ്ല അജൂസി ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലരുടെ കിഴവിയെ പോലെ പോലും ആകാൻ നിങ്ങൾക്ക് കഴിവില്ലാതായോ? റസൂലുള്ളാഹിന്റെ ചോദ്യം. ബനു ഇസ്രായേലരിൽപ്പെട്ട ഒരു കിഴവിയുടെ ബുദ്ധി പോലും നിങ്ങൾക്കുണ്ടായില്ലേ? അവരെ പോലെ പോലും ശക്തമായി കാര്യങ്ങൾ നേടാൻ നിങ്ങൾക്ക് കഴിവില്ലാതായോ? റസൂലുള്ളാഹിന്റെ ചോദ്യം. അപ്പോൾ റസൂലുള്ളാഹിന്റെ സ്വഹാബികൾ ചോദിച്ചു, ഖാലു യാ റസൂലല്ലാഹ് വമാ അജൂസു ബനി ഇസ്രായേൽ, എന്താ നബി ബനു ഇസ്രായേലിലെ ആ കിഴവിയുടെ കഥ? അള്ളാഹിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന മൂസ അലൈഹിസ്സലാം, നല്ല കഥ പറയാ നബി. മൂസാ നബി അലൈഹിസ്സലാം ലമ്മാ സാറ ബി ബനി ഇസ്രായേൽ ളല്ലു ത്വരീഖ്, ഇസ്രായേലരുമായി സഞ്ചരിക്കുന്നതിനിടയിൽ, ഹിജറ പോകുന്നതിനിടയിൽ, ഊരു ചുറ്റുന്നതിനിടയിൽ അള്ളാഹിന്റെ നിർദ്ദേശപ്രകാരം വഴിതെറ്റിയിട്ട് മിസ്റിലെത്താതെ പ്രയാസപ്പെട്ടപ്പോൾ ഫഖാല മാ ഹാദാ, എന്താണ് ഇങ്ങനെ സംഭവിക്കാൻ, എന്താണ് ഇതിൻ്റെ പിന്നിൽ എന്ന് അദ്ദേഹം ചോദിച്ചു. ഖാല ഉലമാഉഹും, അപ്പം അവരുടെ കൂട്ടത്തിൽ വെച്ച വേദവിവരമുള്ള പണ്ഡിതന്മാരുണ്ട്, ആ നാട്ടിലുള്ള പണ്ഡിതന്മാർ. അവർ പറഞ്ഞു, ഇന്ന യൂസുഫ ലമ്മാ ഹളറഹുൽ മൗത്ത്, നിങ്ങൾക്കറിയില്ല, ഞങ്ങളുടെ നാട്ടിലുള്ള യൂസുഫ് നബി അലൈഹിസ്സലാം ബനു ഇസ്രായേലിൽ മുമ്പ് വന്ന പ്രവാചകനാണ്, യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പുത്രനാണ്. അപ്പം ഞങ്ങളുടെ നാട്ടിൽ പരമ്പരാഗതമായി ഈ നാട്ടുകാർക്ക് പ്രവാചകരായി വന്ന യാക്കൂബ് നബി അലൈഹിസ്സലാമിൻ്റെ പുത്രൻ യൂസുഫ് നബി അലൈഹിസ്സലാം ഈജിപ്തിൽ ഭരിച്ചുകൊണ്ടിരിക്കെ വഫാത്തായപ്പോൾ അദ്ദേഹം അഖദ അലൈനാ മൗസിഖം മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നൊരു കരാർ പിടിച്ചിരുന്നു ഞങ്ങളുമായി. അല്ലാ നഖ്റുജ മിൻ മിസ്ർ ഹത്താ നൻഖുലഹു, ഞങ്ങൾ മിസ്റിൽ നിന്ന് യാത്ര പോകുമ്പോൾ, ഞങ്ങളുടെ ജന്മദേശം തിരഞ്ഞു പോകുമ്പോൾ ഞങ്ങളെ കൂടെ മഹാനരുടെ ജഡവും കൊണ്ടുപോകണം എന്ന്. മഹാനരുടെ ജഡം എന്താ ചെയ്തിരുന്നത്? നൈൽ നദിയുടെ നെറുകയിൽ പെട്ടിയിലാക്കിയിട്ട് നൈലിൻ്റെ വെള്ളം ചെല്ലുന്നിടത്തെല്ലാം ബറക്കത്ത് കിട്ടാൻ വേണ്ടിയിട്ട് നിക്ഷേപിക്കുകയും കുഴിച്ചിടുകയുമായിരുന്നു മഹാനായ യൂസുഫ് നബി അലൈഹിസ്സലാമിൻ്റെ തിരുശേഷിപ്പായ ജഡം. ആ ജഡത്തെ കൂടെ കൂട്ടിപ്പോയിട്ടേ പോകാവൂ എന്ന് ഞങ്ങളോട് പരമ്പരാഗതമായി ഉപദേശം ചെയ്തിട്ടുണ്ട്. യൂസുഫ് നബിയുടെ ഉപദേശം ഞങ്ങൾ പരമ്പരാഗതമായി കൈമാറി വരുന്നുണ്ട്. അതില്ലാഞ്ഞിട്ടാണ് നമുക്ക് വഴിതെറ്റിയത് എന്ന് നാട്ടിലെ പണ്ഡിതന്മാർ. ശ്രദ്ധിക്കണം നിങ്ങൾ, മൂസാ നബിയുടെ നാട്ടിൽ നിന്നാണ് വരുന്നത്. ആ നാടിൽ നിന്ന് മിസ്ർ വിട്ടു പോകുമ്പോൾ, ഇത് സംഭവിക്കുമ്പോൾ മൂസാ നബി നബിയായി വരുന്നതിന് മുൻപ് ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്ഹാഖ് നബിയുടെ മകൻ യാക്കൂബ് നബിയുടെ മകൻ യൂസുഫ് നബി അലൈഹിസ്സലാം. മൂസാ നബിയുടെ എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുൻപാണ്.
ആ യൂസുഫ് നബിയുടെ ജഡം കൊണ്ടുപോകാൻ പരമ്പരാഗതമായി നൽകിയ ഉപദേശം സാധിക്കാത്തത് കൊണ്ടും നടത്താത്തത് കൊണ്ടുമുള്ള പ്രയാസമാണിത് എന്ന് നാട്ടിലെ പണ്ഡിതന്മാർ പറഞ്ഞപ്പോ മൂസാ നബി ചോദിച്ചു, ഫമൻ യഅലമു മൗദിഅ ഖബ്രിഹി, മൂസാ നബിയുടെ ഖബറിന്റെ സ്ഥലം ആർക്കറിയാം? അജൂസും മിൻ ബനി ഇസ്രായേൽ, ബനു ഇസ്രായേലിലെ ഒരു പടു കിഴവിക്കറിയാം, വേറെ ആർക്കും അറിഞ്ഞൂടാന്ന് നാട്ടുകാർ പറഞ്ഞു. മൂസാ നബി അലൈഹിസ്സലാം ഫബഅസ ഇലൈഹ, ഈ കിഴവിയെ കൊണ്ടുവരാൻ പറഞ്ഞു. ഫഅതതുഹു, ആ കിഴവി മൂസാ നബി അലൈഹിസ്സലാമിന്റെ മുമ്പിൽ വന്നു. ഫഖാല, മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ദുല്ലീനി അലാ ഖബ്രി യൂസുഫ്, യൂസുഫിന്റെ ഖബർ എവിടെയാണ് എന്ന് നിങ്ങൾ ഞങ്ങൾക്ക് വിവരമറിയിച്ചു തരണം. ഈ പടുകിഴവിയോട് മൂസാ നബി ഖാലത്ത് ഹത്താ തുഅതിയനി ഹുക്മി, എനിക്ക് കിട്ടാനുള്ളത് കിട്ടണം, ഇല്ലാതെ ഞാൻ അറിയിച്ചു തരൂലാൻ പടുകിഴവി. എൻ്റെ തീരുമാനം എനിക്ക് കിട്ടണം, ഞാൻ തീരുമാനിച്ച കാര്യം എനിക്ക് കിട്ടണം, ഇതില്ലാതെ ഞാൻ ആ ഖബർ കാണിച്ചു തരൂലാൻ മൂസാ നബി അലൈഹിസ്സലാമിനോട് പടുകിഴവി. വമാ ഹുക്മുക്കി, എന്താണ് എൻ്റെ തീരുമാനം? മഹാനായ മൂസാ നബി അവരോട് ചോദിക്കുന്നു. ഖാലത്ത് അകൂനു മഅക ഫിൽ ജന്ന, സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ ഞാനും വേണം, ഇതാണ് എൻ്റെ ആവശ്യം. സ്വർഗത്തിൽ നിങ്ങളുടെ കൂടെ ഞാനും വേണം. ഈ ഓഫർ തരാൻ മൂസാ നബി അങ്ങേക്കാകുമോ? അള്ളാന്റെ ദൂതരാണ്, കലീമുല്ലാഹിയാണ്, ഉലുൽ അസ്മുകളിൽപ്പെട്ട പ്രവാചകരാണ്. അങ്ങേക്ക് കൂടെ കൊണ്ടുപോകാൻ, സ്വർഗത്തിൽ കൊണ്ടുപോകാൻ സാധിക്കുമോ? എങ്കിൽ ഞാൻ കാണിച്ചു തരാം. മൂസാ നബി അലൈഹിസ്സലാം ഈ കരാറ്, ഈ പറഞ്ഞതിന് ഉറപ്പ് കൊടുക്കാൻ പ്രയാസപ്പെട്ടു. ഫകരിഹ അൻ യുഅതിയഹ ദാലിക, ആ കിഴവി ചോദിച്ചത് നൽകാൻ യൂസുഫ് നബി അലൈഹിസ്സലാമിന്റെ ജഡം കാണിച്ചു കൊടുക്കാനുള്ള ആവശ്യത്തിന് മുൻപിൽ അവർ വെച്ച ഉപാധി നൽകാൻ മഹാനായ മൂസാ നബിക്ക് പ്രയാസം. ഫഔഹല്ലാഹു ഇലൈഹി, അപ്പോൾ അല്ലാഹു മൂസാ നബിയിലേക്ക് വഹി അറിയിച്ചു. അൻ അഅതിഹാ ഹുക്മഹാ, അവരുടെ തീരുമാനം കൊടുത്തേക്കൂ മൂസാ, നിങ്ങളുടെ കൂടെ സ്വർഗത്തിൽ കിടക്കുന്ന കാര്യം ഞാൻ ഏറ്റുവെന്ന് പറഞ്ഞേക്കൂ മൂസാ എന്ന് അള്ളാഹുവിന്റെ വഹി കിട്ടിയപ്പോ മൂസാ നബി അലൈഹിസ്സലാം അത് പറയുകയും ഈ കിഴവിക്ക് മൂസാ നബിയുടെ കൂടെ സ്വർഗത്തിൽ പ്രവേശിക്കാമെന്ന ഓഫർ നൽകുകയും ചെയ്തു. ഇങ്ങനെ നിങ്ങൾ കാകരുതോ ഖാല റസൂലുള്ളാഹി. ചോദിക്ക്, ഞങ്ങൾക്ക് കറക്കാൻ കുറെ ആടും, ഞങ്ങൾക്ക് വാഹനം കയറാൻ ഒട്ടകവും എന്ന് അറാബി ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഭൗതിക ആവശ്യം പറഞ്ഞതിന്റെ പേരിൽ അള്ളാന്റെ റസൂല് പറഞ്ഞു, എടോ ഒട്ടകൻ ചാവൂലേ, ആടുകൾ ചാവൂലേ, ഇതാണോ ചോദിക്ക? ആ പടുകിഴവി ചോദിച്ചില്ലേ, ബനു ഇസ്രായേലിലെ പടുകിഴവി സ്വർഗത്തിൽ കൂടെ പോണം മൂസാ നബിന്റെ എന്ന്, അത് നിങ്ങൾക്ക് ചോദിക്കാൻ കഴിയില്ലേ എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിക്കുന്ന ഹദീസ് ഇബ്നു ഹിബ്ബാൻ സ്വഹീഹിൽ 2500 രണ്ടാം വാള്യം 500-ാം പേജിൽ, ഇമാം ഹാക്കിം തന്റെ മുസ്തദറക്കിൽ 2439, ഇമാം അബൂ യഅല തന്റെ മുസ്നദിൽ, ഖതീബുൽ ബഗ്ദാദി ഫി താരീഖ് ബഗ്ദാദ്, ഇതിലൊക്കെ വാള്യങ്ങൾ നമ്പറിട്ട് പേജിൽ കൃത്യമായിട്ട് വിവരിക്കുക. ഇത് നിങ്ങൾ ആലോചിക്കണം. ഇതാണ് റസൂലുള്ളാഹി പഠിപ്പിച്ച ഈ ദീനിന്റെ നിയമം. എന്താ അർത്ഥം? പടച്ചോന്റെ പരിധിപ്പെട്ട കാര്യം ചോദിക്കാൻ പാടില്ല. ചോദിക്കണതിന് കുറച്ച് പരിധി ഉണ്ട്. അള്ളാന്റെ കഴിവും നമ്മളെ കഴിവും വകതിരിച്ചിട്ട് വേറെ നോക്കിയിട്ട് നമ്മളെ കഴിവപ്പെട്ട് മാത്രം ചോദിക്കാൻ ഇങ്ങനെ ഒന്നും ശരീഅത്തിലില്ല. ഈ വിഭജനം ശരീഅത്തിലില്ല. എല്ലാം അള്ളാഹുവിന് മാത്രം കഴിവുറ്റവനാണെന്ന് പറയേണ്ടവനാണ് മുസ്ലിം. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അള്ളാനെ കൊണ്ടല്ലാതെ നിസ്കാരത്തിലേക്ക് വരൂ എന്ന് വിളിക്കുത്തരം നൽകാനുള്ള കഴിവ് ഞമ്മക്കില്ല നാഥാ എന്ന് ലാഹവല ചൊല്ലിക്കൊണ്ട് ഹയ്യ അല സ്വലാത്തിന് മറുപടി കൊടുക്കാൻ കൽപ്പിക്കപ്പെട്ട വിശ്വാസി മനുഷ്യ കഴിവ് എന്ന ഒരു കഴിവിനെ സമ്മതിക്കുമോ? മനുഷ്യ കഴിവിന് അതീതം എന്ന ഒരു കാര്യത്തെ വേറിട്ട് കാണുമോ? അള്ളാഹു കഴിവ് നൽകുമെങ്കിൽ എന്തിനും കഴിവ് നൽകിയിട്ടുണ്ട്. അള്ളാഹു കഴിവ് നൽകുകയില്ലെങ്കിൽ സൂചിയിൽ നൂല് കൂർക്കാൻ വരെ കഴിവ് നൽകിയില്ലെന്നും വരാം. കാലുകൊണ്ട് നടക്കാൻ, പള്ളിയിലേക്ക് പോകാൻ വരെ കഴിവ് നൽകിയില്ലെന്നും വരാം. അപ്പൊ ചോദിക്കൂ വഹാബി, എന്നാ പിന്നെ മനുഷ്യന്റെ കഴിവൊന്നും സമ്മതിക്കൂലെങ്കിൽ പിന്നെ പള്ളിക്കൊക്കെ നമ്മൾ പോകാൻ എന്തിനാ വിളിക്കുന്നത്? അവിടെ മാത്രമേ പഠിച്ചിട്ടുള്ളൂ. ഹയ്യ അല സ്വലാത്ത് എന്ന് വിളിക്കണേ എന്തിനാന്നേ പഠിച്ചിട്ടുള്ളൂ. ലാ ഹൗല വലാ ഖുവത എന്ന് മറുപടി പറയുന്നത് പഠിച്ചിട്ടില്ല. ഹയ്യ അല സ്വലാത്തിന് വിളിച്ചാൽ പോകുമോ പറയേണ്ടത് പടച്ചോനെ നീ കഴിവ് തന്നില്ലെങ്കിൽ കഴിയൂലാന്നാ. അപ്പൊ അള്ളാഹു കഴിവ് നൽകിയെങ്കിൽ മാത്രമേ പള്ളിയിൽ പോകാനുള്ള ചുമതല നിറവേറ്റാൻ പോലും സാധിക്കൂ എന്ന് പറഞ്ഞ വിശ്വാസി അള്ളാഹുവിന് മാത്രം കഴിവുള്ള കാര്യം പ്രത്യേകം പറയുന്നില്ല.
അപ്പോൾ മനസ്സിലാക്കുക, ജീവിച്ചിരിക്കുന്ന നബിയോട് സ്വർഗം ചോദിച്ച സ്വഹാബിമാർ, സ്വർഗത്തിലെ കൂട്ട് ചോദിച്ച സ്വഹാബിമാർ, അതിന് നിദാനമാകുന്ന നബിയുടെ ശഫാഅത്ത് ചോദിച്ച സ്വഹാബിമാർ, എന്ത് ഇസ്തിശ്ഫാ ആണ് സ്വഹാബിമാർ നബിയോട് നടത്തിയത്? അള്ളാഹുവിൽ നിന്ന് ലഭ്യമാക്കേണ്ട കാര്യം റസൂല് മാധ്യമമായി കിട്ടാനുള്ള ആവശ്യമല്ലേ ഇത്? ഇതാണ് ഇസ്തിശ്ഫാ, ഇതാണ് തവസ്സുൽ, ഇതാണ് ഇസ്തിഗാസ, ഇതാണ് ഇസ്തിആന. ഇത് നടത്തിക്കൊണ്ടിരുന്നവരാണ് സ്വഹാബിമാരെന്ന് പറയുമ്പോൾ മരണപ്പെട്ട് ബർസഖിലിരിക്കുന്നവരോട് മാത്രം ഇത് പാടില്ല. വഹാബികളെ ജൽപ്പനം. അപ്പോൾ വഹാബികൾക്ക് മരിച്ചതിൻ്റെ ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമല്ല. ഇവിടെയാണ് അവരുടെ ശരി മർമ്മം. മരണപ്പെട്ട് ഖബർക്കാണ് കൊണ്ടുപോയി വെച്ചാൽ പിന്നെ അവർ വെറും മണ്ണടിഞ്ഞു പോയ മണ്ണായി പോയി എന്നാണ് ഇവരുടെ വിശ്വാസം. ആഖിറത്തിൽ ഇസ്തിഗാസ നടത്തും. ദുന്യാവിൽ ഇസ്തിഗാസ നടത്തി, ഇസ്തിആനത്ത് നടത്തി. ഇടത്താവളമായ ബർസഖിൽ ജീവിക്കുമ്പോൾ മാത്രം പാടില്ല എന്ന് പറഞ്ഞാൽ ബർസഖിൽ മഹാത്മാക്കൾക്ക് ജീവിതമില്ലേ? വിശ്വാസികൾക്ക് ജീവിതമില്ലേ? ഉണ്ട്. വിശ്വാസികളുടെ ജീവിതം ബർസഖിന്റെ അകത്ത് സുന്ദരമാണ്, സ്വർഗീയ ജീവിതമാണ്. അള്ളാഹു അത് നൽകി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. മോശപ്പെട്ടവരുടെ ജീവിതം നരകീയ ജീവിതമാണ്. അള്ളാഹു അതിൽ നിന്ന് നമ്മെ കാത്തു രക്ഷിക്കുമാറാവട്ടെ. ദുന്യാവിലെ പോലെ തന്നെ സാബിഖൂൻ എന്ന മഹാത്മാക്കൾക്ക് ദുന്യാവിൽ മറ്റുള്ളവരുടെ കാര്യം പറയാനുള്ള ശഫാഅത്തിന് വേണ്ടി ജീവിക്കുന്നവരെ പോലെ ബർസഖിലെ ജീവിതത്തിലും അവർ മധ്യസ്ഥന്മാരും ശഫാഅത്തുകാരുമാണ്. ആ ധർമ്മം നിർവഹിക്കുന്ന മഹാത്മാക്കളോട് അവർ ബർസഖിൽ ജീവിക്കുമ്പോൾ ചോദിക്കുന്നതിന് മാത്രം തെറ്റുണ്ട്, കുറ്റമുണ്ട്, ശിർക്കുണ്ട് എന്ന് പറയുന്ന വഹാബി ഒരായത്തിന്റെ തുണ്ടമെങ്കിലും അതിന് തെളിവ് കാണിക്കണം, ഒരു ഹദീസിന്റെ പീസെങ്കിലും അതിന് രേഖ കാണിക്കണം. സാധ്യമല്ല. ഇവിടെയാണ് വഹാബികളുടെ വിദണ്ഡവാദവും മോശപ്പെട്ട ജൽപ്പനവും നമുക്ക് മറനീങ്ങി പുറത്ത് കാണിക്കുക. ഇരിക്കട്ടെ, അസ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉമ്മത്ത് വഫാത്തിന് ശേഷം തന്നെ നബിയെ വിളിക്കുന്നതും നബിയോട് യോജിക്കുന്നതും യാചിക്കുന്നതുമെല്ലാം നമുക്കൊന്ന് പഠിക്കാം, ചെറിയ രീതിയിൽ മാത്രം. സമയം പോയി എന്ന് എനിക്കറിയാം, എങ്കിലും ഒരൽപ്പം ക്ഷമിക്കുക, വിഷയമല്ലേ, മനസ്സിലാക്കണമല്ലോ. അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ സ്വഹാബികൾ പഠിപ്പിക്കുന്നു. നോക്കി, കാലുകോച്ചിയ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഇബ്നു അബ്ബാസ് എന്ന സ്വഹാബി പഠിപ്പിച്ചു കൊടുക്കുന്നു, നിങ്ങൾക്കിതിന് ചികിത്സ, വേദന കൊണ്ട് പൊളഞ്ഞപ്പോൾ അദ്ദേഹത്തോട് ചികിത്സ പറയുന്നത്, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആൾ ആരാണോ അവരെ വിളിച്ചു പറയുക. മനുഷ്യരിൽ ഏറ്റവും നിങ്ങൾക്ക് പിരിശപ്പെട്ടവരാരാണ്? മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കും അങ്ങനെ തന്നെയല്ലേ? അവരെ വിളിച്ചു പറയുക എന്ന് പറഞ്ഞപ്പോ മഹാനായ ഇബ്നു ഉമർ എന്നവർ പറഞ്ഞത്, യാ മുഹമ്മദ്, മുഹമ്മദ് നബിയേന്ന. ഇതന്നെയാ നമ്മളും പറയാറുള്ളൂ. ബദരീങ്ങളെ എന്ന് പറയും, നമ്മൾ ഇഷ്ടപ്പെട്ടവരാണ്. മുഹമ്മദ് നബിയേന്ന് പറയും, തങ്ങളെന്ന് പറയും. അങ്ങനെയുള്ള മഹാത്മാക്കൾ, നബിമാരാവട്ടെ സിദ്ദീഖുകളാവട്ടെ, നമ്മുടെ നാട്ടിൽ പരിചയപ്പെട്ട് പ്രചാരപ്പെട്ട മഹാത്മാക്കൾ ആരാണോ അവരെ നമ്മൾ വിളിക്കും. ഒന്നുമില്ലെങ്കിൽ സമൂഹം മൊത്തം ഇത്തരം പ്രതിസന്ധി വേളകളിൽ കാലുകോച്ചുക പോലത്തെ ചെറിയ പ്രതിസന്ധി വേളകളിൽ എന്താ ചെയ്യുക? വേദനിക്കുമ്പോൾ എൻ്റെ ഉമ്മേന്ന് വിളിക്കും. എൻ്റെ ഉമ്മാന്ന് വിളിക്കാത്തവരാരുണ്ടോ? ഇവിടെ തന്നെയല്ലോ പറയാം, ഉമ്മ തന്നെയല്ലോ പറയാം. വേദനിക്കുന്ന സമയത്ത് ആരും പറയാം എൻ്റെ ഉമ്മാന്നാണ്. എൻ്റെ ഉമ്മാന്ന് പറഞ്ഞ് കരയുന്നത് ഉമ്മ മരിച്ചാലും പറയും. ഈ ഉമ്മ എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കുടുംബത്തിലും മനുഷ്യരിലും ഏറ്റവും പിരിശപ്പെട്ടവരും ഏറ്റവും ഇഷ്ടപ്പെട്ടവരും ഒരാൾക്ക് മാതാവാണ് എന്ന പൊതുസങ്കല്പം. ഈ പൊതുസങ്കല്പം വെച്ചുകൊണ്ടാണ് എൻ്റെ ഉമ്മ എന്ന് കേഴുന്ന സംസ്കാരം മാനവിക സംസ്കാരമായി മാറിയത്, സമൂഹത്തിൻ്റെ മൊത്തം സംസ്കാരമായി മാറിയത്. ഈ സംസ്കാരത്തിൽ നിന്ന് വിശ്വാസികളായ മുസ്ലിമീങ്ങളെ, മുഅ്മിനീങ്ങളെ, അവരെക്കാൾ ഇഷ്ടമുണ്ടാകേണ്ടത് നബിയോടാണ്. അതുകൊണ്ട് ഏറ്റവും പിരിശപ്പെട്ടവരെ വിളിക്കേണ്ട പ്രതിസന്ധി വേളയിൽ അള്ളാന്റെ റസൂലിനെ വിളിക്കണം എന്ന നല്ല സംസ്കാരത്തിലേക്ക് കൊണ്ടുവരാൻ റസൂലുള്ളാഹിന്റെ സ്വഹാബിമാരിലൂടെ പഠിപ്പിക്കപ്പെടുകയാണ്. കാലുകോച്ചുന്ന നേരത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ടവരെ വിളിക്കൂ. ഇബ്നു ഉമർ വിളിക്കുന്നു, യാ മുഹമ്മദ്, മുഹമ്മദ് നബിയേന്ന്. ഇതങ്ങനെ തന്നെ വേണം നമ്മൾ പറയാനെന്ന് മുസ്ലിമീങ്ങളുടെ സംസ്കാരം പഠിപ്പിക്കാൻ വേണ്ടി മാത്രം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു രചിച്ചിട്ടുള്ള തൻ്റെ അദബുൽ മുഫ്രദ് എന്ന ഗ്രന്ഥത്തിൽ ബലപ്പെട്ട റാവികളെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട്, തൻ്റെ സ്വഹീഹിൽ പറയുന്ന റാവികളെ മാത്രം ഉദ്ധരിച്ചുകൊണ്ട് മഹാനർ ഉദ്ധരിക്കുന്ന ഹദീസാണ് യാ മുഹമ്മദു എന്ന് പറഞ്ഞ ഹദീസ്. ആ ഹദീസിന് അദ്ദേഹം തലക്കെട്ട് നൽകുന്നത് ബാബുമാ യഖൂലു ഇദാ ഖദറത് റിജ്ലുഹു. ഒരു വിശ്വാസി അവൻ്റെ കാല് കോച്ചിയാൽ എന്തു പറയണം?
അവന്റെ കാല് കോച്ചിയാൽ എന്തു പറയണം ഒരു വിശ്വാസി? ഇമാം ബുഖാരി പഠിപ്പിക്കുന്നു, നിന്റെ ഉമ്മ എന്ന് പറയാം. അത് സാമൂഹികമാണ്, പൊതുവാണ്, പൊതു സംസ്കാരമാണ്, മാനവിക സംസ്കാരമാണ്. ഇതിനെതിരെ നിന്റെ ഉമ്മ എന്ന് പറയുന്നതിന് അപ്പുറത്തിന്റെ വാപ്പാന്നൊരാൾ വിളിച്ചാൽ പൊതു സംസ്കാരത്തിൽ നിന്ന് മാറി നിൽക്കുന്ന ഒറ്റപ്പെട്ടവൻ എന്ന് നമ്മൾ അവനെ വിളിക്കും. അപ്പൊ എൻ്റെ ഉമ്മ പൊതു സംസ്കാരം. അവിടെ ഇമാം ബുഖാരി ഹദീസ് കൊണ്ടുവരുന്നത് എന്തിനാ? മുസ്ലിം സംസ്കാരം, മൂമിൻ സംസ്കാരം. ആ ഉമ്മയേക്കാൾ വിലപ്പെട്ട മുഹമ്മദ് മുസ്തഫ തങ്ങളെ വിളിക്കണം. അതുകൊണ്ടാണ് വിശ്വാസികൾ കാലുകോച്ചലോ അപകടം വരികളോ ചെയ്യുമ്പോൾ റസൂലേ, മുത്തുനബിയെ, അല്ലാ എന്ന് വിളിക്കുന്ന അതേ രീതിയിൽ മുത്തുനബിയെയും റസൂലുള്ളാഹിനെയും വിളിക്കുന്നത്. അങ്ങനെ വിളിക്കുന്നത് ഇസ്ലാമിക സംസ്കാരമാണ്, സ്വഹാബികളുടെ സംസ്കാരമാണ്. എല്ലാവരും ഇത് റിപ്പോർട്ട് ചെയ്തതാണ്. ഇമാം ബുഖാരി എത്രയാം നൂറ്റാണ്ട്? ഇമാം നവവി ഹിജറ 6-ാം നൂറ്റാണ്ടിലും 7-ാം നൂറ്റാണ്ടിലും കിതാബ് എഴുതുമ്പോൾ അദ്ദേഹം തന്റെ അദ്കാറിലും എഴുതുന്നു, കാലുകോച്ചിയാൽ ചൊല്ലേണ്ട ദിക്ർ യാ മുഹമ്മദ്. നോക്കി നിങ്ങൾ, ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടത് കൊണ്ടല്ലേ മുത്തുനബിയെ നമ്മൾ വിളിക്കുന്നത്? ഇങ്ങനെ പഠിപ്പിക്കപ്പെട്ടത് കൊണ്ടല്ലേ ഇസ്തിവാസ എന്ന പേരിൽ നിങ്ങൾ വിളിക്കുന്ന ഈ തരത്തിലുള്ള വിളിയും വിലാപവും മുസ്ലിം സമുദായത്തിൽ നിന്ന് വരുന്നത്? സ്വഹാബികൾ പഠിപ്പിച്ച ഈ സംസ്കാരമാണോ ശിർക്ക്? ഇത് ശിർക്കാണെങ്കിൽ ഇബ്നു ഉമർ അല്ലേ ആദ്യം സമൂഹത്തിൽ നിന്ന് പുറത്തു പോകേണ്ടത്? ഇബ്നു അബ്ബാസ് അല്ലേ ആദ്യം സമൂഹത്തിൽ നിന്ന് പുറത്തു പോകേണ്ടത്? ഖുർആൻ നിങ്ങൾ പഠിക്കണമെങ്കിൽ ഇബ്നു അബ്ബാസിൽ നിന്ന് പഠിക്കുക. ശഫീഉനാ റസൂലുള്ളാഹി. ആ ഇബ്നു അബ്ബാസ് ഈ ആയത്തൊന്നും കേട്ടില്ലേ? വിളിച്ചു പ്രാർത്ഥിക്കുക, വിളിച്ചു പ്രാർത്ഥിക്കുക, വിളിച്ചു കാത്തിക്കുക എന്ന് നാഴികക്ക് 40 വട്ടം യദുഊന യദുഊന യദുഊന. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ, നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന മനുഷ്യന്മാർ, മരിച്ചവർ എന്നൊക്കെ വഹാബികൾ ഓതുന്ന ആയത്ത് ഹിബ്റുൽ ഉമ്മ. മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് തിരിഞ്ഞില്ലേ? അദ്ദേഹത്തിന് അറിയാത്ത ആയത്തുണ്ടോ ഖുർആനിൽ? അദ്ദേഹത്തിന് തഫ്സീർ അറിയാത്ത ആയത്തുമുണ്ടോ ഖുർആനിൽ ഇപ്പോ? അതുകൊണ്ട് തന്നെ ഇബ്നു അബ്ബാസ് എന്നവർക്ക് തോന്നാത്ത ശിർക്ക് നമ്മൾ പഠിക്കേണ്ട, ഇബ്നു ഉമർ നബിയിൽ നിന്ന് പഠിക്കാത്ത ശിർക്ക് നമ്മൾ ഉണ്ടാക്കേണ്ട, സ്വഹാബത്ത് വിവരിക്കാത്ത ശിർക്ക് നമ്മൾ സ്വന്തം ജൽപ്പിച്ചുണ്ടാക്കേണ്ട. ആ ശിർക്കിലേക്കാണ് മനുഷ്യനെ ഇവർ കൊണ്ടുപോകുന്നത്. യഥാർത്ഥത്തിൽ നമ്മളുള്ളത് യഥാർത്ഥ വിശ്വാസികളുടെ സംസ്കാരത്തിലാണ്. അത് റസൂലുള്ളാഹിനെ വിളിക്കണം. പോകട്ടെ, ഇനി അപേക്ഷിക്കുകയും കാര്യങ്ങൾ പറയുകയും റസൂലുള്ളാഹിന്റെ വഫാത്തിന്റെ ശേഷം നടന്ന രീതി തന്നെ നോക്കാം. ഇത് ഒന്നാണ്. മറ്റൊരു രീതി എന്താ? നബിയുടെ റൗളങ്കൽ ചെന്നോ ഹിജറ ശരീഫങ്കൽ ചെന്നോ നമ്മൾ റസൂലുള്ളാഹിനോട് പറയും. അല്ലെങ്കിൽ മഹാത്മാക്കളുടെ ഖബറിങ്കൽ ചെന്ന് നമ്മൾ അവരോട് പറയും. അല്ലെങ്കിൽ അവരെ നമ്മൾ മൗലിദ് ഓതിയിട്ട് വിളിച്ച് മനസ്സിൽ ഹാജരാകുമ്പോൾ നബി തങ്ങളോട് വിളിച്ചു പറയും. ഈ പറയുന്ന രീതി വിശുദ്ധ ഖുർആനും പ്രമാണവും അംഗീകരിക്കുന്നുണ്ടോ? ഉണ്ട്. ആഹ്വാനം ചെയ്യുന്നുണ്ട് ഖുർആൻ. വലൗ അന്നഹും യളമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂലു ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. എന്താണ് ആയത്ത്? സൂറ നിസായിലെ 64-ാമത്തെ ആയത്ത്. വലൗ അന്നഹും യളമൂ അൻഫുസഹും, ആ ആളുകൾ അവരവരുടെ സ്വന്തം ശരീരത്തോട് അക്രമം ചെയ്ത് ദോഷികളായി പാപികളായി നിന്നാൽ, വലൗ അന്നഹും യളമൂ അൻഫുസഹും ജാഊക, ശേഷം അവർക്ക് പശ്ചാത്താപം തോന്നുമ്പോൾ അവർ തങ്ങളുടെ അടുക്കൽ വരികയും ഫസ്തഗ്ഫിറുല്ലാഹ, തങ്ങളുടെ സമീപത്തിൽ നിന്നുകൊണ്ട് അവർ അല്ലാഹുവിനോട് മാപ്പിരക്കുകയും വസ്തഗ്ഫറ ലഹുമുർ റസൂൽ, ഇവരന്യായപ്പെട്ടത് പ്രകാരം റസൂൽ അവർക്ക് വേണ്ടി ശഫാഅത്ത് പ്രകാരം മാപ്പിരക്കുകയും ചെയ്താൽ ലവജദുല്ലാഹ, അല്ലാഹുവിനെ അവർ എത്തിക്കുക തന്നെ ചെയ്യും. തവ്വാബർ റഹീമാ, ചെയ്തുപോയ തെറ്റുകൾക്ക് പാപങ്ങൾക്ക് സുരക്ഷിതമായി തൗബ സ്വീകരിക്കുന്ന കരുണാവാരിധിയായി അല്ലാഹുവിനെ അവർക്ക് മനസ്സിലാക്കാൻ അറിയാൻ കഴിയും എന്ന് അള്ളാഹു വിവരിക്കുന്ന ഈ ആയത്ത് ഇബ്നു തൈമിയ മാത്രം പറയുന്നു, നബിന്റെ ജീവിതകാലത്തേക്ക് മാത്രം ബാധകമാണ്. വേറെ ഒരൊറ്റ മുസ്ലിം പണ്ഡിതൻ ഇത് പറഞ്ഞിട്ടില്ല അദ്ദേഹത്തിന്റെ മുൻപ്. ഓർക്കണം, ആയത്തിറങ്ങി ഖുർആൻ കൂട്ടി വെച്ചിട്ട് വിശുദ്ധ ഖുർആനെ കോടീകരിച്ച് ഗന്ധമാക്കി വെച്ചിട്ട് റസൂലുള്ളാഹിന്റെ സ്വഹാബികൾ പോയിട്ട് 8 നൂറ്റാണ്ടുകൾ പിന്നിട്ട ശേഷം ഇബ്നു തൈമിയ എന്ന് പറയുന്ന ആള് മാത്രം വന്നിട്ട് സംസാരിക്കുന്നു. 8-ാം നൂറ്റാണ്ടിന്റെ പ്രാരംഭത്തിൽ വന്നിട്ട് അദ്ദേഹം സംസാരിക്കുന്നു. ഇങ്ങനെ ഒരായത്ത് മരണപ്പെട്ട ശേഷം നബിയുടെ അടുക്കൽ ചെന്നിട്ട് അന്യായം പറയാനും പാപത്തിന്റെ പേരിൽ സങ്കടപ്പെടാനും പറയാറുണ്ട്, ചിലർ ഉദ്ധരിക്കാറുണ്ട്. പക്ഷെ ഇത് ശരിയല്ല, ഇത് നബിയുടെ ജീവിതകാലത്തേക്ക് മാത്രം ബാധകമാകുന്നു.
ഇത് ഇബ്നു തൈമിയ പറഞ്ഞപ്പോൾ അത് തന്നെ വേദവാക്യം എന്ന് എഴുതിയിട്ട് ഇത് ഏറ്റു പറഞ്ഞുകൊണ്ടേ നടക്കുന്ന വിവരദോഷികളാണ് നമ്മളെ നാട്ടിലെ വഹാബികൾ. പുറം നാട്ടിലെ വഹാബികളും ഇബ്നു തൈമിയ എന്നാണ് പറയാ, അത് ഏറ്റുപാടുക. ഇതിനു മുൻപ് കഴിഞ്ഞു പോയ ഏതെങ്കിലും മുഫസ്സിറുകൾ ഈ ആയത്തിൽ നിന്ന് അങ്ങനെ പറഞ്ഞോ? സ്വഹാബിമാർ പറഞ്ഞില്ല. ഞാൻ നോക്കൂ, ഇബ്നു അബ്ബാസിനെ പോലെ വിശുദ്ധ ഖുർആനിൽ ഏറ്റവും അധികം വാഴ്ത്തപ്പെടുന്ന തഫ്സീറുകാരനും മുഫസ്സിറുമാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് തങ്ങൾ പറയാ, ഇന്ന ഫീ സൂറത്തിൻ നിസാഇല 5 ആയാത്ത്. സൂറത്തുൻ നിസായിൽ 5 ആയത്തുകളുണ്ട്. മായസുറുനി അന്നലി ബിഹദ്ദുന്യ, അതിന് പകരം ദുന്യാവ് മുഴുക്കത്തരാന്ന് പറഞ്ഞാലും എനിക്ക് മതിയാകൂല, സന്തോഷമാകൂല. വഖദ് അലിംതു അന്നൽ ഉലമാഅ ഇദാ മർറൂ ബിഹാ യഅരിഫൂനഹാ. ഈ ആയത്തുകൾ ഓതുമ്പം തന്നെ പണ്ഡിതന്മാർക്ക് ആ ആയത്തുകൾ അറിയാം. അങ്ങനെ 5 ആയത്തുകൾ ഖുർആനിലുണ്ട്. എനിക്ക് ഏറ്റവും പ്രതീക്ഷ നൽകുന്ന ആയത്താണിത് എന്ന് സൂറത്തുൻ നിസായിൽ മാത്രമുള്ള 5 ആയത്തുകളെ കുറിച്ച് അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്. ഈ ആയത്ത് 5 പറയുന്നത് എന്താ? ഒന്ന്, ഇന്നല്ലാഹ ലാ യദ്ലിമു മിസ്ഖാല ദർറത്തിൻ വഇൻ തകു ഹസനത്തൻ യുദാഇഫ്ഹാ വയൂതി മിൻ ലദുൻഹു അജ്റൻ അദീമാ. സൂറത്തുൻ നിസായിലെ 40-ാം ആയത്ത്, ഇൻ തജ്തനിബൂ കബായിറ മാ തുൻഹൗന അൻഹു നുകഫിർ അൻഹും സയ്യിആതികും വനുദ്ഖിൽകും മുദ്ഖലൻ കരീമാ. സൂറത്തുൻ നിസായിലെ 31-ാമത്തെ ആയത്ത്, ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. സൂറത്തുൻ നിസായിലെ 116-ാം ആയത്ത്, വലൗ അന്നഹും യളമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ ലവജദുല്ലാഹ തവ്വാബർ റഹീമാ. നമ്മൾ സംസാരിക്കുന്ന സൂറത്തുൻ നിസായിലെ 64-ാമത്തെ ആയത്ത്, വമൻ യഅമൽ സൂഅൻ ഔ യദ്ലിം നഫ്സഹു ثم يستغفر الله يجد الله غفورا റഹീമാ. സൂറ നിസായിലെ 110-ാം ആയത്ത്. ഇതിനെക്കുറിച്ച് വീണ്ടും ഇബ്നു മസ്ഊദ് പറയുന്നു, മാ യസുറുനി അന്നലി ബിഹദ്ദുന്യാ വമാ ഫീഹാ. ദുന്യാവ് മുഴുക്ക കിട്ടിയാലും എനിക്ക് ഈ ആയത്തിന് പകരമാകില്ല. അത്ര പ്രതീക്ഷ നൽകുന്ന ആയത്ത്. ഇത് റസൂലുള്ളാഹിന്റെ കാലശേഷം വിശുദ്ധ ഖുർആനിലെ ആയത്തിനെ പറ്റി അദ്ദേഹം പറയുന്നതാണ്. ഇതിലെ 4 ആയത്തുകളും റസൂലുള്ളാഹിന്റെ കാലശേഷത്തേക്കും ബാധക. ഈ ആയത്തും നമുക്ക് ബാധകമാണെങ്കിലല്ലേ സന്തോഷം എന്ന് പറയാൻ പറ്റുള്ളൂ. നബി വഫാത്ത് പോയിട്ടാണെങ്കിൽ ഉലമാക്കന്മാർ അത് ഓതുമ്പോൾ അവർക്കറിയാം എന്ന് ഇബ്നു മസ്ഊദ് പറയുമോ? അറിവാളന്മാർ ഈ ആയത്ത് ഓതുമ്പോൾ അവർക്ക് ഈ ആയത്ത് അറിയാം, അതുകൊണ്ട് അവർക്ക് പ്രതീക്ഷിക്കാമെന്ന് പറയണമെങ്കിൽ അറിവാക്കന്മാർ ഈ ആയത്ത് ഓതുമ്പോൾ അക്കാലത്ത് ഈ ആയത്തിലെ ആഹ്വാനം നിലനിൽക്കണം. ഈ വിശ്വാസം പഠിക്കണം, ഈ പാഠം ചിന്തിച്ചു മനസ്സിലാക്കണം. അപ്പൊ ഇബ്നു മസ്ഊദ് പറയുന്നത് തൻ്റെ ശേഷത്തേക്കും ഈ ആയത്ത് ബാധകമാണ്. ഇബ്നു മസ്ഊദ് മാത്രമാ, എത്രയോ സ്വഹാബികൾ ഈ ആയത്ത് ഓതിയിട്ട് പറയുന്നു. മഹാനായ സഈദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു താബിഉകളിൽ പ്രമുഖനാണ്, മുഫസ്സിറുകളിൽ പ്രമുഖനാണ്. അദ്ദേഹം പറയുന്നു, അൽ ഇസ്തിഗ്ഫാറു അലാ നഹ്വൈൻ, മാപ്പിരക്കലും ഇസ്തിഗ്ഫാറും 2 വിധമുണ്ട്. അഹദുഹുമാ ഫിൽ ഖൗൽ, ഒന്ന് വാക്കുകൊണ്ടാണ്, വല്ലാഹറു ഫിൽ അമൽ, മറ്റൊന്ന് കർമ്മം കൊണ്ടാണ്. വാക്കുകൊണ്ടുള്ളത് അദ്ദേഹം പറയുന്നത് ഫഅമ്മസ്തിഗ്ഫാറുൽ ഖൗൽ, വാക്കുകൊണ്ടുള്ള മാപ്പിരക്കൽ, ഫഇന്നല്ലാഹ യഖൂൽ വലൗ അന്നഹും ഇദ്ലമൂ അൻഫുസഹും ജാഊക ഫസ്തഗ്ഫിറുല്ലാഹ വസ്തഗ്ഫറ ലഹുമുർ റസൂൽ. റസൂലുള്ളാഹിന്റെ അടുക്കൽ ചെന്നുകൊണ്ട് പാപങ്ങളുടെ പേരിൽ അന്യായപ്പെട്ടിട്ട് മാപ്പിരക്കുന്നതായി ഖുർആൻ പറഞ്ഞ ആഹ്വാനം ചെയ്ത ആ മാപ്പിരക്കലാണ് സമൂഹത്തിൽ നിലനിൽക്കുന്ന വാക്കുകൊണ്ടുള്ള മാപ്പിരക്കൽ എന്നാ പറയുന്നത്. റസൂലുള്ള വഫാത്തായ ശേഷം മാത്രം കടന്നു വന്ന സഈദ് ഇബ്നു ജുബൈർ എന്ന താബിഈ പണ്ഡിതൻ ഈ ആയത്തിൽ പറഞ്ഞ ഇസ്തിഗ്ഫാർ, നബിയെ സമീപിച്ചുകൊണ്ടുള്ള ഇസ്തിഗ്ഫാർ താബിഈങ്ങളുടെ കാലശേഷവും ഖുർആനിൽ എന്നുണ്ടോ അന്നൊക്കെ ബാധകമാണ്. ഖൗല് കൊണ്ടുള്ള ഇസ്തിഗ്ഫാർ, അമല് കൊണ്ടുള്ള ഇസ്തിഗ്ഫാർ. ഫഇന്നല്ലാഹ യഖൂൽ വമാ കാനല്ലാഹു മുഅദ്ദിബഹും വഹും യസ്തഗ്ഫിറൂൻ. വിശ്വാസികൾ മാപ്പിരന്നുകൊണ്ടേ ഇരിക്കുമ്പോൾ അള്ളാഹ് ശിക്ഷിക്കൂല എന്ന ആയത്താണ്. സഈദ് ഇബ്നു ജുബൈർ പറയുന്നു, വാക്കുകൊണ്ട് തന്നെ ഉച്ചരിച്ചു കാണ്ട് ഇസ്തിഗ്ഫാർ നടത്തുന്ന എത്രയോ ആളുകൾ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്നവരുണ്ട് എന്ന് എനിക്കറിയാം. അപ്പൊ നാക്കുകൊണ്ടുള്ള ഇസ്തിഗ്ഫാർ അല്ല ഈ ആയത്തിൽ പറഞ്ഞത്. ശിക്ഷിക്കാതിരിക്കണമെങ്കിൽ കർമ്മം കൊണ്ടുള്ള ഇസ്തിഗ്ഫാർ നടത്തണം. നിസ്കരിക്കുക, അള്ളാഹു പറഞ്ഞ പോലെ ജീവിക്കുക എന്ന ഇസ്തിഗ്ഫാർ, ആ ഇസ്തിഗ്ഫാറാണ് 2ാമത്തെ ഇസ്തിഗ്ഫാർ എന്ന് സഈദ് ഇബ്നു ജുബൈർ. ഇവിടെ നാം ശ്രദ്ധിക്കുക, കാലാകാലങ്ങളിൽ ഈ സമൂഹത്തിൽ അവശേഷിക്കുന്ന കർമ്മപരമായ ഇസ്തിഗ്ഫാർ ഒന്ന്, കാലാകാലങ്ങളിൽ ഈ സമൂഹത്തിൽ അവശേഷിക്കുന്ന വാക്കു സംബന്ധമായ ഇസ്തിഗ്ഫാർ 2. ഈ ഇസ്തിഗ്ഫാറിനെ 2ആക്കി സഈദ് ഇബ്നു ജുബൈർ പറയുന്ന ആയത്ത് ഇതേ ആയത്താണ്.
ഈ ആയത്തിനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ ശേഷം വഫാത്തിന്റെ 3-ാം നാൾ മുതൽക്കേ സ്വഹാബികൾ നബി തങ്ങളുടെ തിരുഹളറത്തിൽ ചെന്നു നിന്നുകൊണ്ട് ഖബറിങ്കൽ ചെന്നു നിന്നുകൊണ്ട് നബിയുടെ തിരുവഭനത്തിങ്കൽ ചെന്നു നിന്നുകൊണ്ട് തിരുഹുജറ ശരീഫക്കൽ ചെന്നു നിന്നുകൊണ്ട് ആയത്തോതിക്കൊണ്ട് പറയുന്ന പ്രാർത്ഥനയും വാചകവും ശ്രദ്ധിച്ചാൽ ഈ ആയത്ത് എന്നേക്കും ഈ സമൂഹത്തിൽ നിലനിൽക്കുന്നതും നമുക്ക് ബാധകമായ ഇസ്തിശ്ഫാഇന്റെ തെളിവുമാണ്. മഹാനായ അലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയുന്നു, ഒരഅറാബി അള്ളാന്റെ റസൂലിനെ ഞങ്ങൾ മറമാടി 3-ാം നാളിൽ വന്നിട്ട് നബി തങ്ങളുടെ ഖബറിങ്കൽ വന്ന് ആ ഖബറിന്റെ പുറത്ത് നിന്ന് മണ്ണ് വാരി തന്റെ വലയിൽ വാരിയിട്ടുകൊണ്ട് അദ്ദേഹം പറയുന്നു, യാ റസൂലല്ലാഹ് മരിച്ച നബിയോടുള്ള ഇസ്തിശ്ഫാ, വഫാത്തായ നബിയുടെ ഹദറത്തിൽ ചെന്നുള്ള സങ്കട പ്രാർത്ഥന, ആ 3-ാം നാൾ പ്രാർത്ഥിച്ച പ്രാർത്ഥന വിവരിക്കുന്നത് ആരാണ്? അൽ ഹാഫിദ് അബൂ സഅദ് അസ്-സമആനി റളിയല്ലാഹു അൻഹു. ഹിജറ 506 ജീവിച്ച് ഹിജറ 562 വഫാത്തായ മഹാൻ. ഇബ്നു തൈമിയ്യ ജനിച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ 2 നൂറ്റാണ്ടുകൾക്ക് ശേഷം ജീവിക്കുന്ന, അദ്ദേഹം അത് റിപ്പോർട്ട് ചെയ്ത് 2 നൂറ്റാണ്ടിന് ശേഷം ജീവിക്കുന്ന ഇബ്നു തൈമിയ്യ പറയുന്നു, ഈ ആയത്ത് നബിയുടെ കാലത്തേക്ക് മാത്രം ബാധകമാണ്. ഇത് റിപ്പോർട്ട് ചെയ്യുന്ന അബൂ സഈദ് അസ്-സമആനി 70,000 ഗുരുവര്യന്മാരിൽ നിന്ന് ഹദീസ് കേട്ട മഹാനാണ്. അദ്ദേഹത്തിന്റെ കിതാബുൽ അൻസാബ് എന്ന ഗ്രന്ഥം 8 മഹാജിൽദുകളാണ്, വാള്യങ്ങൾ. താരീഖു മർവ എന്ന ഗ്രന്ഥം 20 വാള്യങ്ങളുള്ള ഗ്രന്ഥമാണ്. കിതാബു ദൈൽ എന്ന ഗ്രന്ഥം 15 വാള്യമുള്ള ഗ്രന്ഥമാണ്. ആ കിതാബു ദൈലിൽ അദ്ദേഹം വിവരിക്കുകയാണ് ഈ സംഭവം. അദ്ദേഹം ഹിജറ 506 ജനിച്ച് 562 മരണപ്പെടുന്ന വഫാത്താകുന്ന മഹാൻ ഇബ്നു തൈമിയ്യയുടെ 2 നൂറ്റാണ്ട് മുമ്പ് എഴുതിയിട്ട് എന്ന ആയത്തോടിയിട്ട് നബിയെ സമീപിച്ചുകൊണ്ട് മാപ്പിരക്കുകയും പ്രയാസപ്പെടുകയും ചെയ്തവർ നമ്മളിവിടെ വന്നിട്ട് പാപത്തിന്റെ പേരിൽ അന്യായപ്പെടുന്ന നബിയോട് മങ്കൂസ് മൗലിദിൽ ശിർക്ക് 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 എന്നാരോപിക്കുന്നു. നാണക്കേടും വിവരക്കേടും വഹാബിസത്തിന്റെ ലേബിളിൽ വരികയാണ്, പേരിൽ വരികയാണ്. കഷ്ടം. അല്ലാഹു അവർക്ക് ഹിദായത്ത് നൽകുമാറാവട്ടെ. അതുകൊണ്ട് തന്നെ അവിടെ മുതൽ ഇന്ന് വരെയുള്ള ഉലമാക്കളെ നിങ്ങളൊരു പട്ടിക ശ്രദ്ധിക്കണം. അത്തബി ഇമാം ഷാഫിയുടെ ഗുരുവര്യനാണ് മഹാൻ അത്തബി. ഇപ്പോൾ അത്തബിയുടെ വ്യക്തിത്വം ഹനിച്ചു കളയുന്ന തരത്തിലുള്ള പാഠങ്ങളാണ് ജമാഅത്തുകാരും വഹാബികളും നൽകിക്കൊണ്ടിരിക്കുന്നത്. ഇമാം ഷാഫിയുടെ ഗുരുവര്യനാണ് അത്തബി, സലഫ് സ്വാലിഹ്യങ്ങളിൽപ്പെട്ട മകാൻ. ആ സലഫു സ്വാലിഹ്യങ്ങളിൽപ്പെട്ട അത്തബി അള്ളാഹുവിന്റെ റസൂലിന്റെ കാലശേഷം ഇമാം ഷാഫിയുടെ ഗുരുവര്യർ. അപ്പൊ ഹിജറയുടെ 2-ാമത്തെ നൂറ്റാണ്ടിൽ റസൂലുള്ളാഹിന്റെ റൗളയുടെയും ഹിജറയുടെയും സമീപത്തിരിക്കുമ്പോ ആ സമയത്ത് ഒരഅറാബി വന്നിട്ട് റസൂലുള്ളാഹിന്റെ ഖബറിന്റെ അടുത്ത് നിന്ന് ഇതേ ആയത്ത് ഓതിയിട്ട്, പാപിയായ ഞാൻ സങ്കടം പറയാൻ നിന്നിരിക്കുന്ന നബിയെ, അങ്ങ് എന്നെ സഹായിക്കണം നബിയെ, അങ്ങനെക്ക് മാപ്പിരക്കണം നബിയെ എന്ന് വഫാത്തായ നബിയുടെ സമീപത്ത് നിന്നിട്ട് തങ്ങളുടെ വഫാത്തിന് ശേഷം 2 നൂറ്റാണ്ട് കഴിഞ്ഞിട്ട് വന്ന് പറഞ്ഞ സംഭവവും ആ സംഭവത്തിന് ശേഷം അദ്ദേഹത്തിന് പൊറുത്തിരിക്കുന്നു എന്ന് പറയാൻ സ്വപ്നത്തിലൂടെ നബി നിർദ്ദേശം നൽകിയ സംഭവം ഉദ്ധരിച്ചുകൊണ്ടുള്ള അത്തബിയുടെ ചരിത്രം എത്രയെത്ര മഹാന്മാരാണ് അവരുടെ ഗ്രന്ഥങ്ങളിൽ കുറിച്ചിട്ടുള്ളത്. ഇതേ സംഭവം മുഹമ്മദ് ഇബ്നു ഹർബിൽ ബാഹിലി തൊട്ട് നേരത്തെ ഞാൻ പറഞ്ഞ ഹാഫിദു സമആനി ഉദ്ധരിക്കുന്നുണ്ട്. അത്തബിയെ തൊട്ട് ഈ സംഭവം വിവരിച്ചിട്ടുള്ള ആളുകളെ ഞാൻ പേര് മാത്രം പറയാം. മുഫസ്സിറുകളിൽ നിന്ന് ഇമാം ഖുർത്തുബി, സആലിബി, ഇബ്നു കസീർ, നസഫി,
വാള്യക്കണക്കിന് ഗ്രന്ഥങ്ങൾ എഴുതിയ ഗ്രന്ഥകാരന്മാർ, മുഫസ്സിറുകൾ. ഇനി നോക്കൂ, ഫുഖഹായിൽ നിന്ന് ശാഫിഈ മദ്ഹബിലുള്ളവർ നോക്കി. അശ്ശൈഖ് അബൂ നസ്ർ ഇബ്നു സ്വബ്ബാഗ് ഹിജറ 400 മുതൽ 477 വരെ ജീവിച്ച ആള്. കൊല്ലം നോക്കണം, കൊല്ലം നോക്കി പറയണം. ഹിജറ 700 വരുന്നുണ്ട് ഇത് പറയുന്ന ഇബ്നു തൈമിയ ജനിക്കുന്നതിൻ്റെ 400 വർഷം മുൻപ് അത്തബിയുടെ സംഭവം വിവരിച്ചുകൊണ്ട് ഇങ്ങനെ നമ്മളും പോയി നബിയോട് അന്യായപ്പെട്ട് ദോഷങ്ങളുടെ പേരിൽ പരാതി പറയുന്നതും ആവലാതി പറയുന്നതും നല്ല സുന്നത്താകുന്നു എന്ന് തെളിയിച്ചുകൊണ്ട് ഈ സംഭവം ഉദ്ധരിക്കുന്ന മഹാന്മാർ ഇബ്നു സ്വബ്ബാഗ് തന്റെ ഷാമിൽ, അൽ ഖാദി അബു ത്വയ്യിബ് ഹിജറ 450 വഫാത്തായ ആൾ, അൽ മാവർദി 450 വഫാത്തായ ആൾ, അൽ ബൈഹഖി ശുഅബുൽ ഈമാൻ, ഇമാം നവവി തന്റെ ശർഹുൽ മുഹദ്ദബ്, ഇമാം സുബുക്കി ശിഫാഉസ് സഖാം, ഇമാം സുയൂത്തി അദ്ദുറുൽ മൻസൂർ, ഇമാം ഹിസ്നി ദഫഉ ശുബാ, ഇബ്നു ഹജർ ഹൈതമി അൽ ജൗഹറുൽ മുനവ്വം. നിരവധി ഗ്രന്ഥങ്ങളിൽ ശാഫിഈ മദ്ഹബിലെ മുഫ്തിമാരായ വലിയ 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 മഹാത്മാർ, മിക്കവാറും ഇബ്നു തൈമിയയുടെ മുമ്പുള്ളവർ. ഹനഫി മദ്ഹബിൽ നോക്കി അൽ കമാബുൽ ഹുമാം, അശ്റംബലാലി, ഇതൊക്കെ ഹനഫി മദ്ഹബിൽ പ്രഗത്ഭരായ ഫുഖഹാക്കളും കർമ്മശാസ്ത്ര വിശാരദന്മാരുമാണ്. മാലിക്കുകളിൽ നോക്കൂ, ഖാലി ഇയാദ്, ശിഹാബുൽ ഖറാഫി, സുർഖാനി, ഖസ്ഫല്ലാനി. ഹംബലികളിൽ നോക്കി ഇബ്നു അഖീൽ, അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹു. ഇതൊക്കെ ഇബ്നു തൈമിയക്ക് വലിയ ഇഷ്ടപ്പെട്ട ആളുകളാണ്, അദ്ദേഹം വാഴ്ത്തുന്ന ആളുകൾ. നിരവധി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിൽ മഹാനായ ജീലാനി ശൈഖ് അവറുകളെ പറ്റി അദ്ദേഹം വാഴ്ത്തിയിട്ടുണ്ട്. അദ്ദേഹം തൻ്റെ കുഞ്ഞത്തിൽ ഇത് ഉദ്ധരിക്കുന്നു. ഇബ്നുൽ ജൗസി തൻ്റെ മുന്തളമിൽ, ഇബ്നു ഖുദാമത്തുൽ മഖ്ദിസി മുഗ്നിയിൽ, അബൂ അബ്ദുല്ലാ മുഹമ്മദ് ബിൻ അബ്ദുല്ലാഹി സുമരി മുസ്തൗഅബിൽ, ഇബ്നു മുഫ്ലിഹ് ഇബ്നു തൈമിയയുടെ ശിഷ്യനാണ്, എന്നിട്ടും അദ്ദേഹത്തിന് മുബദ്ദഇൽ. ചരിത്രകാരന്മാർ ഇബ്നുൽ അസീർ തൻ്റെ കാമിലിൽ, ഇബ്നു ഖല്ലിക്കാൻ വഫയാത്തുൽ അയ്യാൻ, ഇബ്നു കസീർ തൻ്റെ തഫ്സീറിന് പുറമെ അൽ ബിദായത്തു വന്നിഹായ, നിരവധി ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിച്ചിരിക്കുന്ന ഈ സംഭവം ഇത്രയും പണ്ഡിതന്മാർ സുന്നത്തായിട്ട് വിവരിക്കുക. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹളറത്തിൽ ഈ ആയത്ത് ഓതിക്കൊണ്ട് സങ്കടം പറഞ്ഞ എത്ര ആളുകൾ എന്ന് പറയോ? ഞാൻ പറയാ ചിലരുടെ മാത്രം പേര്. അബൂ ശുജാഅ് അൽ വസീർ, വലിയ മന്ത്രിയായിരുന്ന അബൂ ശുജാഅ്, ചെറിയ ആളല്ല. അദ്ദേഹത്തിൻ്റെ ജീവിതകാലം വിവരിക്കുന്നത് നോക്കി. അബൂ ഇസ്ഹാഖ് ശീറാനി എന്ന, അബൂ ഇസ്ഹാഖ് ശീറാസി എന്നാൽ ആരാ? ഇമാം നവവി അദ്ദേഹത്തിൻ്റെ മുഹദ്ദബ് എന്ന ഗ്രന്ഥത്തിന് വ്യാഖ്യാനമായാണ് ശറഹുൽ മുഹദ്ദബ് എഴുതുന്നത്. ശാഫിഈ മദ്ഹബിൽ അശ്ശൈഖ്, മഹാഗുരു എന്ന് മൊത്തം പറഞ്ഞാൽ അബൂ ഇസ്ഹാഖ് ശീറാസി തങ്ങളവറുകളാ. ആ അബൂ ഇസ്ഹാഖ് ശീറാസി തങ്ങളവറുകളുടെ കാലത്ത് അദ്ദേഹത്തിൽ നിന്ന് ഹദീസ് കേട്ട് പഠിച്ച മഹാനായ ഒരു വലിയ വിവരസ്ഥനായ പണ്ഡിതനായിരുന്നു അബൂ ശുജാഅ് അൽ വസീർ. അദ്ദേഹം വജാവറ ബിൽ മദീന സുമ്മ മരിദ, അദ്ദേഹത്തിന് മദീനത്ത് വന്നിട്ട് രോഗം ബാധിച്ചു. ഫലമ്മാ സഖുല ഫിൽ മർദ്, രോഗത്തിൽ കാഠിന്യം കൂടിയപ്പോൾ ജാഅ ഇലൽ ഹുജ്റത്തിൻ നബവിയ്യ, അഷ്റഫുൽ ഖൽഖിന്റെ തിരുഹളറത്തിൽ മുമ്പിലെത്തി. ഫഖാല യാ റസൂലല്ലാഹ്, ഖാല അല്ലാഹു തആല ولو أنهم ظلموا أنفسهم جاءوك فاستغفروا الله واستغفر لهم الرسول لوجدوا الله توابا رحيما എന്ന് അല്ലാഹു പറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ജിഅ്തുക അസ്തഗ്ഫിറുല്ലാഹ മിൻ ദുനൂബി, ഞാൻ അങ്ങയുടെ മുൻപിൽ അല്ലാഹുവിനോട് എൻ്റെ പാപങ്ങളെ കുറിച്ചൊക്കെ മാപ്പിരക്കാൻ വന്നിരിക്കുന്നു. വഅർജു ശഫാഅതക യൗമൽ ഖിയാമ, അങ്ങനെക്ക് ശുപാർശ ചെയ്യണം അന്ത്യനാളിൽ, അത് ഞാൻ ആശിക്കുന്നു എന്ന് പ്രാർത്ഥിച്ചിട്ട് സുമ്മ മാത മിൻ യൗമിഹി ദാലിക, അന്നു തന്നെ അദ്ദേഹം മരണപ്പെട്ടു. വദുഫിന ഫിൽ ബഖീഅ, മദീനയിൽ ബഖീയിൽ അവരെ മറമാടപ്പെട്ടിരിക്കുന്നു എന്ന് ചരിത്രകാരന്മാർ ഇബ്നുൽ ജൗസി രേഖപ്പെടുത്തുന്നു, ഇബ്നുൽ അസീർ താരീഖുൽ കാമിലിൽ രേഖപ്പെടുത്തുന്നു, ഇബ്നു ഖല്ലിക്കാൻ വഫയാത്തിൽ രേഖപ്പെടുത്തുന്നു. ഇബ്നു തൈമിയയുടെ ശിഷ്യൻ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹു തന്റെ ബിദായ നിഹായിൽ രേഖപ്പെടുത്തുന്നു. എന്നേ പിന്നെ ഈ ആയത്ത് ഖുർആനിൽ നിന്ന് റസൂലുള്ളാഹിന്റെ സ്വഹാബിമാർക്ക് നബിയുടെ ജീവിതകാലത്ത് മാത്രം പരിമിതമാണെന്ന വിവരം ഇബ്നു തൈമിയക്ക് കിട്ടി. ലോകത്തൊരൊറ്റ പണ്ഡിതനും ഇത് പറഞ്ഞില്ലല്ലോ. എല്ലാവർക്കുമായി ഇറങ്ങിയ ആയത്ത് തങ്ങളുടെ ജീവിതകാലത്ത് മാത്രം പരിമിതി വെച്ചുകൊണ്ട് അന്ന് തീർന്നു എന്ന് പറയുന്ന വാദം ബിദ്അത്താണ്, ഒരാളും വാദിക്കാത്ത വാദം. ഇദ്ദേഹത്തെക്കുറിച്ച് ഇബ്നു തൈമിയയുടെ ശിഷ്യൻ പറയുന്നത് മുന്തിയ മന്ത്രി, സദഖക്കാരൻ, വലിയ മഹാൻ, പണ്ഡിതൻ, ഗ്രന്ഥകാരൻ, ഖലീഫ മുഖ്തദിർ ബില്ലാ എന്ന് പറയുന്ന ആരുടെ ഖലീഫയാണ്. 6 ലക്ഷം സ്വർണ്ണ ദീനാർ എന്ന് വെച്ചാൽ 6.5 ലക്ഷം പവൻ പൊന്ന്. 6.5 ലക്ഷം പവൻ പൊന്ന്
അദ്ദേഹം സ്വതക്ക ചെയ്തു, വഖഫ് ചെയ്തു, ഒരുപാട് മസ്ഹദുകളെയും ഖബർസ്ഥാനുകളെയും ഹയാത്താക്കി. അങ്ങനെയുള്ള മഹാൻ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ ചരിത്രം എഴുതുന്നത് ഇബ്നു തൈമിയയുടെ നേരെ ശിഷ്യൻ ഇബ്നു കസീർ റളിയല്ലാഹു അൻഹുവാണ്. അപ്പൊ ഈ ആയത്ത് എല്ലാവരും മനസ്സിലാക്കുന്നത് നബിതങ്ങൾക്ക് കാലശേഷം ഉണ്ടെന്നു തന്നെ. ഇത് പറയാത്തവരാരുമില്ല. ഈ വിധത്തിൽ ഈ ആയത്ത് ഓതിയിട്ട് വിഷമിക്കാത്തവരും അള്ളാന്റെ റസൂലിനോട് വിഷമം പറയാത്തവരും ആരുമില്ല. ഇത് പാപമോചനത്തിന്റെ കാര്യം. ഇനി ദുന്യാവിന്റെ കാര്യമോ? മുഹദ്ദിസുകൾ, പ്രഗത്ഭരായ മുഹദ്ദിസുകൾ, നിരവധി പേരുടെ ഉദ്ധരണികൾ നമ്മുടെ കയ്യിലുണ്ട്, ശേഖരണം. ഞാനിവിടെ സംസാരിക്കുന്നത് നിങ്ങൾക്ക് ബോധ്യപ്പെടാൻ അറിയപ്പെടുന്ന ഏതാനും ചിലരെ മാത്രം പറയാം. നമ്മളെല്ലാവരും ഓതുന്ന ഹദീസിന്റെ വലിയ പണ്ഡിതന്മാരിൽപ്പെട്ടവരാണ് ഇമാം തൊബ്റാനി, ഇമാം അസ്ബഹാനി, ഇമാം ഇബ്നുൽ മുഖരി. ഈ 3 പേരും ഒരു കാലത്ത് ജീവിച്ചവരാ. ഏതാ കാലം? ഹിജറ 200-300കളിൽ. 285 ജനിച്ച് 381 വഫാത്താകുന്ന ഹാഫിദ് ഇബ്നുൽ മുഖരി. ഹാഫിദ് എന്ന് പറഞ്ഞാൽ 1,00,000 ഹദീസ് മനപ്പാടമുള്ള ഹദീസ് പണ്ഡിതൻ. അദ്ദേഹം പറയുന്നു, ഞാനും തൊബ്റാനിയും അബുശൈഖ് എന്ന അസ്ബഹാനിയും കൂടി മദീനയിലിരിക്കുന്നു. ഫളാഖ ബിനൽ വഖ്തു, ഞങ്ങൾക്ക് സമയം വളരെ ഇടുക്കം. ഫവാസൽനാ ദാലിക്കൽ യൗമ, അപ്പം ഞങ്ങൾ ആ ദിവസം കൂടി അവിടെ തന്നെ നിന്ന് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടാതെ വിഷമിച്ച് ഞങ്ങൾ ആ ദിവസം ചേർത്ത് പിടിച്ച് നോമ്പും കൂടി വീണ്ടും ചേർത്ത് പിടിച്ച്. ഫലമ്മാക്കാന വഖ്തുൽ ഇശാ, അശാ തിന്നാൻ പറ്റുന്ന നേരത്ത്, വൈകുന്നേര സമയത്ത് ഭക്ഷണം കിട്ടുന്ന ഇശാന്റെ നേരമായപ്പോൾ വളരെ വിഷമിച്ചു, പ്രയാസപ്പെട്ടു. ഹളർത്തുൽ ഖബർ, അപ്പം ഞാൻ നബിയുടെ ഖബറിങ്കൽ വന്നു. വഖുൽതു, ഞാൻ പറഞ്ഞു, യാ റസൂലല്ലാഹ് അൽ ജൂൾ, നബിയേ വിശന്നിട്ട് വയ്യോ. ആരാ? ഇമാം തൊബ്റാനിയുണ്ട് കൂടെ, ഇമാം അസ്ബഹാനിയുണ്ട് കൂടെ. ഹാഫിദ് ഇബ്നുൽ മുഖരി എന്ന മുഹദ്ദിസാ പറയുന്നത്, ഞാൻ വിളിച്ചു പറയുന്നു, അല്ലാഹുവിന്റെ റസൂലേ വിശന്നിട്ട് വയ്യോന്ന്. ഫഖാലലി തൊബ്റാനി, അപ്പൊ എന്റെ സങ്കടവും വിലാപവും കേട്ടപ്പോ തൊബ്റാനിയുമാവും പറഞ്ഞു, ഇജ്ലിസ്, നിങ്ങൾ വിഷമിക്കല്ലേ, ഇരിക്കി. അവിൽ മൗത്തു, തങ്ങളോട് നമ്മൾ അന്യായപ്പെട്ടില്ലേ, അതുകൊണ്ട് ഒന്നുകിൽ നമുക്ക് ഭക്ഷണം കിട്ടും, അല്ലെങ്കിൽ മരിക്കാം, ഇരിക്കേ, വിഷമിക്കരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം പറയുന്നു, ഫകുന്തു അന വ അബുശൈഖ്, എനിക്കും എൻ്റെ കൂട്ടാളി അസ്ബഹാനിക്കും തൊബ്റാനിയെ പോലെ പ്രയാസം സഹിക്കാൻ സാവില്ല. ഞങ്ങൾ വിഷമിച്ചിട്ട് എഴുന്നേറ്റു വന്നപ്പോൾ ഫഹളറൽ ബാബ അലവിയുൻ, അലി ഇബ്നു അബീ ത്വാലിബിന്റെ മക്കളിൽപ്പെട്ട ഒരാൾ വന്നു. ഫഫതഹ്നാ ലഹു, അദ്ദേഹത്തിന് ഞങ്ങൾ വാതിൽ തുറന്നു കൊടുത്തു. ഫൈദാ മഅഹു ഉലാമാനി ബിഖുഫതൈനി ഫീഹിമാ ശൈഉൻ കസീർ, 2 വട്ടി നിറയെ തിന്നാനുള്ള വിഭവങ്ങളുമായി അലി ഇബ്നു അബീ ത്വാലിബിന്റെ മക്കളിൽപ്പെട്ട ഒരാൾ വന്നിട്ട് പറഞ്ഞു, ശകൗതുമൂനി ഇലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾ എന്നെപ്പറ്റി അള്ളാന്റെ റസൂലിനോട് അന്യായം പറഞ്ഞോ? ഞാൻ ഈ 2 വട്ടി ഭക്ഷണമായിട്ട് ഇരിക്കുമ്പോൾ ഞാൻ നിങ്ങൾക്ക് തിന്നാൻ തന്നില്ല എന്ന് നിങ്ങൾ നബിനോട് അന്യായം പറഞ്ഞോ എന്ന് ചോദിച്ചിട്ടാ ഇദ്ദേഹം വരുന്നത്. റഅയ്തുഹു ഫിന്നൗം, നബി തങ്ങളെ ഞാൻ സ്വപ്നത്തിൽ കണ്ടല്ലോ. ഫഅമറനി ബിഹംദി ശൈഇൻ ഇലൈക്കും, എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം തിന്നാൻ തരാൻ വേണ്ടി നബി എന്നോട് കൽപ്പിച്ചല്ലോ എന്നും പറഞ്ഞ് ഞങ്ങൾക്ക് അദ്ദേഹം ഭക്ഷണം കൊണ്ടു തന്നു എന്ന് വിവരിക്കുന്ന ആൾ വഹാബിയല്ല, ഇപ്പോഴത്തെ സുന്നിയുമല്ല. ഇബ്നു തൈമിയ ജനിക്കുന്നതിന് 4 നൂറ്റാണ്ട് മുമ്പ് വഫാത്തായി പോയ ഇമാം തൊബ്റാനി. തൊബ്റാനിയെ ഇബ്നു തൈമിയക്ക് അറിയില്ലേ? ഇബ്നു അബ്ദുൽ വഹാബിന് അറിയില്ലേ? വഹാബികൾക്ക് അറിയില്ലേ? ജമാഅത്തുകാർക്ക് അറിയില്ലേ? അദ്ദേഹത്തിന്റെ ഹദീസുകൾ ഇവർ ധരിക്കാറില്ലേ? നിരവധി ഗ്രന്ഥങ്ങളുടെ കർത്താക്കളല്ലേ? അവരൊക്കെ റസൂലുള്ളാഹിനോട് വിശപ്പിന്റെ കാഠിന്യവും പ്രയാസവും പറയുമ്പോൾ എത്ര പ്രയാസമാണ്. ഇനി നോക്ക്, ഇബ്നു തൈമിയയുടെ തൊട്ട് മുൻപത്തെ കാലം അല്ലാമ അബുശാമ വിവരിക്കുന്നു. വളരെ വിഷമം പിടിച്ച ഒരു തീ മദീനത്ത് ആകമാനം ആളിപ്പത്തി. ഹിജറ 654 സംഭവം. കൃത്യം നോക്കണം, ഹിജറ 654. വഹാബിസത്തിന്റെ വേണ്ടക്കെട്ടായ ശിർക്കിന്റെ വാദം വരുന്ന എന്നാ? ഹിജറ 700. ഹിജറ 700 വരുന്നതിന്റെ 60 കൊല്ലം മുൻപ് മഹാനായ അല്ലാമ അബൂശാമ പറയുന്നു, വലിയൊരു തീ. ആ തീയിന്റെ കാഠിന്യം മൂപ്പർ പറഞ്ഞു. ഒന്നായിട്ട് തീ വന്നപ്പോ ഫസിഅന്നാസു ഇലൽ മസ്ജിദിൻ നബവി, ജനങ്ങളൊക്കെ മസ്ജിദുൻ നബവിയിലേക്ക് നടുക്കം പൂണ്ട് ഓടിച്ചെന്നു. വഇലൽ ഹുജറത്തി ശരീഫ,
തിരുശബിയുടെ തിരുഹദറത്തിലേക്കും സവിധത്തിലേക്കും ഓടിച്ചെന്നു. വസ്തജാറന്നാസ്, ജനങ്ങൾ തിരുഹുജറയോട് അഭയം പ്രാപിച്ചു. വഹതൂബിൽ ഹുജറ, നബിയുടെ അടക്കം ചെയ്യപ്പെട്ട തിരുഹുജറ ഷരീഫിനെ അവർ വലം ചെയ്തു നിന്നു. വക്കശഫൂ റൂസഹും, അവരുടെ തലകളിൽ വെച്ച തട്ടവും തലയെക്കെട്ടും അവർ അഴിച്ചുമാറ്റി പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന വിധം. വഅഖറൂ ബിദുനൂബിഹിം, പാപങ്ങളൊക്കെ ഏറ്റുപറഞ്ഞു. വബ്തഹലൂ ഇലല്ലാഹ്, അവർ അല്ലാഹുവിലേക്ക് വിലയം കൊണ്ട് പ്രാർത്ഥിച്ചു. വസ്തജാറൂ ബിനബിയിഹി, അല്ലാഹുവിന്റെ നബിയോട് അവർ അഭയം തേടിക്കൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് അപേക്ഷിച്ചുകൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ടിരുന്നു. അൽ ബിദായത്തു വന്നിഹായ 13-ാം വാള്യം 188-ാം പേജിൽ വ്യക്തമായി ആ കാലത്തെ തീയിനെപ്പറ്റി ഇമാം നബവിയുടെ ഗുരുവര്യൻ അല്ലാമ അബൂശാമ, നമ്മളെ കാര്യം വിദഗ്ധാന്നറിയാൻ വേണ്ടിയിട്ട് വിദഗ്ധ വാദിക്കുമ്പോൾ ഉദ്ധരിക്കുമ്പോൾ വഹാബി മുഴുവൻ ചൂണ്ടിക്കാണിക്കുന്ന ആള് അല്ലാമ അബൂശാമ, ഇമാം നബിയുടെ ഗുരുവര്യൻ. വേം പറയും, ആ ഇമാം നബിയുടെ ഗുരുവര്യൻ ഇബ്നു തീമിയ ജനിക്കുന്നതിൻ്റെ 60 വർഷം മുമ്പ് നടന്ന മദീനത്തെ തീയിൽ അള്ളാന്റെ റസൂലിൽ കൊണ്ട് വിശ്വസിച്ച മൂമിനീങ്ങൾ അഭയം പ്രാപിച്ചത് റസൂലുള്ളാന്റെ ഹദ്റത്തിൽ. ഇതാണ് നമ്മുടെ പാരമ്പര്യം. ഇതാണ് ഈ സമുദായത്തിന്റെ ഇസ്തിഗാസ, ഇതാണ് ഈ സമുദായത്തിന്റെ ഇസ്തിജാറ, ഇതാണ് ഈ സമുദായത്തിന്റെ ഇസ്തിആദ, ഇതാണ് ഈ സമുദായത്തിന്റെ സഹായാഭ്യർത്ഥന. ഇതാണ് ഈ സമുദായം, ഇതാണ് ഇസ്ലാമിന്റെ പാരമ്പര്യം, ഇതാണ് മുസ്ലിം സംസ്കാരം. ഈ സംസ്കാരത്തിലെ തവസ്സുലും ഇസ്തിഗാസയും ശിർക്കാണെന്ന് ജൽപ്പിക്കുന്നവർ, ശിർക്കാണെന്ന് ഓരിയിടുന്നവർ കൊണ്ടുവരട്ടെ തെളിവ്, തെളിയിക്കട്ടെ അവരുടെ വാദം. ഒരിക്കലും അവർക്ക് തെളിയിക്കാനാവില്ല. ഈ വസ്തുത ഓർത്തുകൊണ്ട് കഴിഞ്ഞ കാലത്തെ ഉലമാക്കൾ, മുദരിസുമാർ, മുഹദ്ദിസുമാർ, മുഫസ്സിറുമാർ, ഫുഖഹാ, മുഅർരിഖുമാർ, എല്ലാ വിഭാഗം പണ്ഡിതന്മാരും എല്ലാ വിഭാഗത്തിൽപ്പെട്ട മഹാന്മാരും റസൂലുള്ളാഹിനെ കൊണ്ട് അഭയം തേടാത്തവരില്ല എന്ന വസ്തുത ഓർക്കണമെന്നും, ഇതാണ് തവസ്സുൽ ഇസ്തിഗാസയുടെ ചരിത്രവും വസ്തുതയും അതിൻ്റെ ഇസ്ലാമികമായ പാരമ്പര്യവും പ്രാമാണികതയുമെന്ന് വിഷയകമായി അവതരിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഇവിടെ നിർത്തട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇനി നമ്മുടെ ഈ പരിപാടിയുടെ 2ാമത്തെ സെഷൻ ചോദ്യോത്തരമാണ് നടക്കാൻ പോകുന്നത്. ഈ ചോദ്യോത്തര പങ്ക്തിയിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണല്ലോ. ആ പ്രവാചകനെ വിളിച്ചുകൊണ്ട് ഇടതേടൽ അല്ലെങ്കിൽ ആ പ്രവാചകനോട് ഇസ്തിഗാസ നടത്തലാണ് ഏറ്റവും അഭികാമ്യമായ കാര്യം. അത് ഇന്ന് സമൂഹം ഉപേക്ഷിച്ചുകൊണ്ട് പ്രവാചകന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലി ദുആ ചെയ്യുന്നതിനേക്കാൾ കൂടുതൽ ഖുതുബിയത്തിൽ യാ ഗൗസ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചിട്ട് ദുആ ചെയ്യലാണ് കൂടുതലായി കണ്ടുവരുന്നത്. ഇതിലേതാണ് അഭികാമ്യം? അതോ രണ്ടും അനുവദനീയമോ? ഇത് രണ്ടും രണ്ട് വിഷയമാണ്. അള്ളാഹുവിൻ്റെ റസൂൽ നമുക്ക് ഏറ്റവും വിലപ്പെട്ടവരാണ്, ഏറ്റവും അധികം കടപ്പെട്ടവർ. ആ കടപ്പെട്ട നബിയുമായുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മറ്റുള്ള മഹാത്മാക്കളെയൊക്കെ നമ്മൾ മഹാന്മാരായി പരിഗണിക്കുന്നത്. എത്രത്തോളം നബിയോട് ബന്ധപ്പെട്ടവരാണോ അത്രത്തോളം അവർ നബിയുമായിട്ടുള്ള ബന്ധത്തിൻ്റെ അടിസ്ഥാനത്തിൽ വലിയവർ. ഈ അർത്ഥത്തിൽ ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി തങ്ങൾ അവർകൾ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് വന്ന ശേഷം അദ്ദേഹം മഹാത്മാക്കളിൽപ്പെട്ട കുതുബുകളിൽപ്പെട്ട ഒരു മഹാനാണ് എന്നാണ് പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത്, പ്രതീക്ഷിക്കുന്നത്. ആ മഹാനരുമായി ബന്ധപ്പെട്ട ഒരു പ്രകീർത്തന കാവ്യമാണ് കുതുബിയത്ത്. ആ കുതുബിയത്തിൽപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തെ വിളിച്ചുകൊണ്ടുള്ള 1000 വട്ടം വിളി എന്ന് പറയുന്ന ആ ആചാരം. ഇത് കടന്നു വന്നത് വൈസ് തങ്ങൾ അവർകളെക്കുറിച്ച് കുതുബ് എന്ന പേരിൽ അദ്ദേഹത്തിനെ വാഴ്ത്തുന്നവരിൽപ്പെട്ട മഹാന്മാർ ഒരുപാട് കഴിഞ്ഞുപോയ ശേഷം മലബാറുകാർക്കും തമിഴ്നാട്ടുകാർക്കും ഏറ്റവും സ്വീകാര്യരും ഏറ്റവും പ്രവാചക പ്രേമം കൊണ്ട് അറിയപ്പെട്ടവരുമായ ബഹുമാനപ്പെട്ട സ്വതക്കത്തുല്ലാഹിൽ ഖാഹിരി തങ്ങളവർകൾ, കായൽ പട്ടണക്കാരൻ അൽ ഖാഹിരി എന്നതിൻ്റെ അർത്ഥം, ആ മഹാനവർകൾ രചിച്ച കുതുബിയത്ത് എന്ന കാവ്യം ഷെയ്ഖ് തങ്ങളവറുകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന എല്ലാ ത്വരീഖത്തുകാർക്കും അതുമായി ബന്ധപ്പെട്ട എല്ലാ മഹാത്മാക്കൾക്കും അവർ മഹാനരെ വാഴ്ത്തുന്നതിന് വേണ്ടി വിരചിച്ചിട്ടുള്ള ഗ്രന്ഥമാണ്. ഈ ആചാരവും അദ്ദേഹത്തെ പുകഴ്ത്തുന്നതാണ്. ഇങ്ങനെ ആരെ പുകഴ്ത്തുന്ന പ്രകീർത്തനങ്ങൾ നമ്മൾ ചൊല്ലുന്നതും അവരെ വാഴ്ത്തുക എന്ന നിലക്ക് പുണ്യകർമ്മമാണ്. ആ പുണ്യകർമ്മത്തിന് ഓരോന്നിനും ഓരോ ഉദ്ദേശമുണ്ടാവും. ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനിയുടെ വഫാത്തിൻ്റെ നാളിലോ അവർ ജനിച്ച കാലമോ പരിഗണിച്ചുകൊണ്ട് അവരുമായി ബന്ധപ്പെട്ട കുതുബിയത്ത് ചൊല്ലുമ്പോൾ റസൂലുള്ളാഹിൻ്റെ ജനനത്തിൻ്റെയും വഫാത്തിൻ്റെയും കാലമായ റബീഉൽ അവ്വൽ വരുമ്പോൾ റസൂലുള്ളാഹിനെ ഓർത്തുകൊണ്ട് മൗലിദ് ഓതുന്നു, റസൂലുള്ളാഹിൻ്റെ മൗലിദും പ്രകീർത്തനവും നടത്തുന്നു. ഇതാണ് മുസ്ലിമീങ്ങളുടെ വഴക്കം.
ഈ വഴക്കപ്രകാരം കുതുബിയത്തിൻ്റെ സദസ്സിൽ കുതുബിയത്ത് ഓതുക എന്നതാണ് അവരൊത്തുകൂടിയതിൻ്റെ ലക്ഷ്യം. അപ്പോൾ കുതുബിയത്തിൽ പറയപ്പെട്ട രീതിയിൽ ഷെയ്ഖ് തങ്ങൾ അവർകളെ 1000 വട്ടം വിളിക്കും, അത് നടത്തും. എന്നാൽ പോലും കുതുബിയത്തടക്കമുള്ള മറ്റു മഹാത്മാക്കളുമായി ബന്ധപ്പെട്ട ദിക്റുകളൊക്കെ നടത്തുമ്പോൾ കൂട്ടത്തിൽ നമ്മൾ നബിതങ്ങളുടെ മൗലിദും നബിതങ്ങളുമായി ബന്ധപ്പെട്ട ഫാത്തിഹയും ഓതിയിട്ടാണ് വേറെ ഏതും നടത്താറുള്ളത്. അതാണ് താങ്കൾ പറഞ്ഞ രീതിയിൽ നബിയുടെ പേരിൽ സ്വലാത്തും സലാമും ചൊല്ലിയിട്ടാണ് കുതുബിയത്ത് തുടങ്ങാറുള്ളത് എന്ന് പറഞ്ഞത്. കുതുബിയത്ത് തുടങ്ങാറുള്ളത് സ്വലാത്തും സലാമും ചൊല്ലിക്കൊണ്ട് മാത്രമല്ല, കുതുബിയത്തിൻ്റെ മുൻപ് അതിൻ്റെ ചിട്ടപ്രകാരം പല മശായിഖുമാരും നൽകുന്ന ഇജാസത്തിൽ അതിൻ്റെ മുൻപ് മങ്കൂസ് മൗലിദ് ഓതും. മങ്കൂസ് മൗലിദ് ഓതിയിട്ടാണ് കുതുബിയത്ത് ഓതുക. അപ്പോൾ അള്ളാൻ്റെ റസൂലിനെ വാഴ്ത്തി പ്രകീർത്തിച്ചിട്ട് നബിതങ്ങളെ പിൻപറ്റുന്നതിൽ ഏറ്റവും മുമ്പിൽ നിന്ന മഹാത്മാക്കളിൽപ്പെട്ട ഒരു മഹാൻ എന്ന നിലയിൽ ഷെയ്ഖ് തങ്ങൾ അവർകളെ വാഴ്ത്തുന്ന പരിപാടിയും വിളിക്കുന്ന പരിപാടിയുമാണ് കുതുബിയത്തിൽ നടക്കുന്നത്. രണ്ടും രണ്ടു നിലയിൽ ആവശ്യമുള്ള സന്ദർഭങ്ങളിൽ നടത്തുന്ന പുണ്യകർമ്മങ്ങളാണ്. നബിയുമായി പ്രകീർത്തിക്കുന്നതും പുണ്യമാണ്, മറ്റു മഹാത്മാക്കളെ പ്രകീർത്തിക്കുന്നതും പുണ്യമാണ്. ഓരോ പുണ്യത്തിൻ്റെയും സ്ഥാനവും സാങ്കത്യവും പരിഗണിക്കാറുള്ളത് എന്താണോ സാന്ദർഭികം, എന്താണോ ആവശ്യം, ഇത് നോക്കിയാണ്. ഇപ്പോൾ കുതുബിയത്ത് ചൊല്ലാൻ നിർദ്ദേശിക്കപ്പെട്ട സമയത്ത് കുതുബിയത്ത് ചൊല്ലും, അപ്പോൾ കുതുബ് തങ്ങളവറുകളെ വാഴ്ത്തും. മൗലൂദ് ഓതുന്ന സദസ്സിൽ മൗലൂദ് ഓതും. എന്നാലും വിശ്വാസികൾ എല്ലാ മഹാത്മാക്കളും നബിയെ പിൻപറ്റുന്നതിലാണല്ലോ ഏറ്റവും പ്രാധാന്യമർഹിക്കുന്നത് എന്ന നിലക്ക് കുതുബിയത്തിൻ്റെ സദസ്സിലും മൗലൂദ് ഓതിക്കൊണ്ടാണ് നടത്താറുള്ളത് എന്നാണ് ഞാൻ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പം നബിയുടെ മൗലിദായ മങ്കൂസ് ഓതിക്കൊണ്ട് നടത്തുന്ന കുതുബിയത്തിൽ നബിയുടെ മൗലിദ് മാത്രമല്ല മഹാത്മാക്കളുടെ മൗലിദും കൂടി നടക്കുന്നത് കൊണ്ട് അതുതന്നെയാണ് ആ സമയത്തെ ഏറ്റവും നല്ല പുണ്യകർമ്മം എന്ന് നമുക്ക് മനസ്സിലാക്കാം. മനസ്സിലായല്ലോ? അതിൻ്റെ ഉദാഹരണം പറഞ്ഞാൽ ഫാത്തിഹ സൂറത്ത് ഓതലല്ലേ ഏറ്റവും പുണ്യം. സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി എന്ന് ചൊല്ലുന്നതിനേക്കാൾ എന്നൊരാൾ ചോദിച്ചാൽ എങ്ങനെ ഇരിക്കും? ഫാത്തിഹ സൂറത്ത് ഓതലുണ്ട് നമ്മൾ നിസ്കാരത്തിൽ, സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി എന്ന് സുജൂദിലും ചൊല്ലറുണ്ട്. ഇപ്പോൾ സുജൂദിൽ സുബ്ഹാന റബ്ബിയൽ അലാ വബിഹംദിഹി എന്ന് നിർദ്ദേശിക്കപ്പെട്ട സ്ഥാനത്ത് അതിലേറെ പുണ്യം ഖുർആനല്ലേ എന്നും പറഞ്ഞു കണ്ട് ഫാത്തിഹ സൂറത്ത് ഓതിയാലോ? അവിടെ സ്ഥാനം തെറ്റിപ്പോയി. ഫാത്തിഹ സൂറത്ത് ഓതുന്നത് ആ സമയത്ത് കറാഹത്താണ്. അപ്പം ഏറ്റവും പുണ്യമുള്ള ചില ദിക്റുകളും പുണ്യമുള്ള ചില വിരുദുകളും തന്നെ സമയം നോക്കിക്കൊണ്ട് കറാഹത്താവുകയും അനഭിലഷണീയമായി തീരുകയും ചെയ്യും എന്നതാണ് നമുക്ക് നൽകപ്പെട്ടിട്ടുള്ള പാഠം. ഇതുപോലെ കുതുബിയത്ത് ചൊല്ലുന്ന സദസ്സിൽ കുതുബിയത്ത് ചൊല്ലാതിരിക്കുന്നത് അനാദരവാണ്. കുതുബിയത്തിൽ വിളി നടത്താതിരിക്കുന്നത് അതിൻ്റെ ചിട്ടയുടെ തെറ്റാണ്. അതോടൊപ്പം നബി തങ്ങളെയും കൂടി ഓർത്തിട്ട് മൗലൂദ് ഓതിയാൽ അതാണ് ഏറ്റവും പുണ്യമാർന്ന രീതി. അങ്ങനെയാണ് വിശ്വാസികൾ കുതുബിയത്ത് ചൊല്ലുമ്പോൾ മിക്ക മശായിഖുമാരും ഇജാസത്ത് നൽകി പ്രോത്സാഹിപ്പിച്ച് ചൊല്ലിക്കാറുള്ളതും. ഇതാ വിശദീകരിച്ചു. ഇന്നലെ രാത്രി 10:30 ഏഷ്യാനെറ്റിൽ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും എന്നൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അതിൽ ഓച്ചർ ഉപ്പാപ്പയെ സംബന്ധിച്ചായിരുന്നു ഇന്നലത്തെ അവതരണം. അതിൽ ഓച്ചർ ഉപ്പാപ്പയെ സംബന്ധിച്ച് അവിടുത്തെ നാട്ടുകാരായ ആളുകൾ പലരും പല അഭിപ്രായങ്ങളും പറയുന്ന കൂട്ടത്തിൽ ചിലരുടെ അഭിപ്രായങ്ങൾ കേൾക്കാൻ കഴിഞ്ഞു. എന്തെങ്കിലും ആവശ്യം നേരിട്ടാൽ ഉപ്പാപ്പാടത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ കാര്യം നടക്കും. ഉപ്പാപ്പാടത്ത് വന്ന് പ്രാർത്ഥിച്ചാൽ എന്ന വാക്കാണ് ആ സാധാരണക്കാർ പലരും ഉപയോഗിച്ച് കണ്ടത്. അപ്പോൾ അങ്ങനത്തെ ഒരു വിശ്വാസമാണല്ലോ സാധാരണക്കാരിടയിൽ ഈ ഖബറിൻ്റെ അടുത്ത് പോയി പ്രാർത്ഥിക്കുക, ഖബറാരാധന നടത്തുക പോലെയുള്ള കാര്യങ്ങളിൽ മറ്റുള്ള ഈ ജമാഅത്ത് മുജാഹിദുകാർ പറയുന്നത് പോലെ ഉപ്പുപാടത്ത് വന്ന് പ്രാർത്ഥിക്കുക, ഉപ്പുപാടത്ത് വന്ന് പ്രാർത്ഥിക്കുക, ഈ പ്രയോഗം സാധാരണക്കാർ നടത്തുന്നതിന് ഹേതുവല്ലേ ഈ തവസ്സുലിനെയും ഇസ്തിഗാസയും കൂടുതൽ ഈ സുന്നി വിഭാഗം പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് വീണ്ടും വീണ്ടും ഉണ്ടായിത്തീരുക. ഇതിൽ നിന്ന് ജനങ്ങളെ പിന്തിരിപ്പിച്ച് അല്ലെങ്കിൽ ഇസ്തിഗാസ ചെയ്യുക, അല്ലെ ഉപ്പുപാട ഹക്ക് കൊണ്ട് ചോദിക്കുക, അല്ലെ ഉപ്പുപാട വർക്കത്തുകൊണ്ട് ചോദിക്കുക, ആ പ്രയോഗം തന്നെ ജനങ്ങൾക്കിടയിലില്ല. അവർ പറയുന്നത് സാധാരണ പറയുമ്പോൾ അള്ളാഹയോട് പ്രാർത്ഥിക്കുക, അള്ളാഹയോട് ദുആരക്കുക എന്ന് പറയുന്നത് പോലെയാണ് സാധാരണക്കാരിനെ സംബന്ധിച്ചും പറയുക. ഉപ്പുപാടത്ത് പ്രാർത്ഥിക്കുക, ഉപ്പുപാടത്ത് വന്ന് പ്രാർത്ഥിക്കുക, ആ ഒരു പ്രയോഗം. അപ്പോൾ സാധാരണക്കാർ അള്ളാഹുവിന് തുല്യമായിട്ട് ഈ ഖബറാളികളെ കാണുന്നുണ്ടോ? അങ്ങനെ തോന്നിപ്പോകുന്നില്ലേ സാധാരണക്കാരെ ഈ പ്രയോഗം കൊണ്ട്? അതിന് കുറച്ചും കൂടെ സഹായിക്കല്ലേ നമ്മൾ ഈ തവസ്സുലിനെ ഇസ്തിഗാസയും പ്രോത്സാഹിപ്പിക്കുന്നതുകൊണ്ട് ഉണ്ടായിത്തീരുന്നതെന്ന് സംശയം. പ്രാർത്ഥിക്കുക പ്രാർത്ഥിക്കുക എന്ന വാചകം ഉപയോഗിക്കുന്നിടത്താണ് ഇപ്പോൾ നിങ്ങളുടെ ചോദ്യത്തിൻ്റെ മർമ്മം. ഈ പ്രാർത്ഥിക്കുക എന്ന വാചകം ദുആ ചെയ്യുക എന്ന വാചകം പോലെ തന്നെ രണ്ടർത്ഥത്തിന് ഉപയോഗിക്കുന്ന വാക്കാണ്.
ഒന്ന് അപേക്ഷിക്കുക, അതായത് താഴ്ന്ന ആൾ ഉയർന്ന ആളോട് അപേക്ഷിക്കുക എന്ന കേവലമായ അർത്ഥം. ഇത് ഭാഷാ നിഘണ്ടുകളിലൊക്കെ ഉണ്ട് രേഖപ്പെടുത്തിയിട്ട്. ദുആ എന്ന വാക്കിനും അങ്ങനെ തന്നെ അർത്ഥം, ഉയർന്ന ആളോട് താഴ്ന്നവൻ വല്ല കാര്യങ്ങളും അപേക്ഷിക്കുക. ഈ അർത്ഥത്തിൽ അപേക്ഷിക്കുക എന്ന കാര്യത്തിന് വേണ്ടിയിട്ട് ഉപ്പാപ്പയോട് പ്രാർത്ഥിക്കുക എന്നോ ഏതെങ്കിലും ഒരു മഹാത്മാവിനോട് പ്രാർത്ഥിക്കുക എന്നോ പ്രയോഗിക്കുന്നതിൽ വലിയ പന്തികേടൊന്നുമില്ല. അപേക്ഷിക്കുക എന്നാണെങ്കിൽ സാധാരണഗതിയിലുള്ള ജനങ്ങൾ സാധാരണ ഉപയോഗിക്കാറുള്ളത് അള്ളാഹുവിന് വേണ്ടി മാത്രം നടത്തുന്ന ഇബാദത്തുകളെ സംബന്ധിച്ചും അള്ളാഹുവിനോട് നടത്തുന്ന അപേക്ഷകളെ സംബന്ധിച്ചുമാണ് പ്രാർത്ഥന എന്ന് ഉപയോഗിക്കാറുള്ളത്. ഉദാഹരണം, ഒരാൾ പള്ളിയിൽ പോയിരിക്കുന്നു, എന്തിനാ? നിസ്കരിക്കാൻ. അപ്പം ആളുകളോട് ചോദിച്ചാൽ എന്തിനാ പറയുക? അയാൾ പള്ളിയിൽ പോയിരിക്കുന്നു, എന്തിന്? പ്രാർത്ഥിക്കാൻ. അപ്പോൾ പ്രാർത്ഥിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി എന്നവിടെ പറയുന്നത് നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിൽ പോയി എന്നാണ്. ഇപ്പം നിസ്കരിക്കുക എന്ന ഇബാദത്തിനാണ് അവിടെ പ്രാർത്ഥന എന്ന് ഉപയോഗിച്ചത്. പ്രാർത്ഥനാലയം എന്ന് പള്ളികൾക്ക് പറയാറുണ്ട്. അവിടെയും നിസ്കരിക്കുന്ന ആലയം എന്ന അർത്ഥത്തിലാണ്, ആരാധന നടത്തുന്ന ആലയം എന്ന അർത്ഥത്തിലാണ് പറയുന്നത്. ഈ ആരാധന പോലെ തന്നെ അർ-റഗ്ബത്തു ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് താണുകയാണ് കാര്യങ്ങൾ യാചിക്കുക എന്ന വിഷയത്തിനു വേണ്ടിയും പ്രാർത്ഥന എന്ന് പറയും. അതാണ് പ്രാർത്ഥന എന്നതിൻ്റെ അർത്ഥമെങ്കിൽ നിങ്ങളിപ്പോൾ പറഞ്ഞ ഓച്ചറ ഉപ്പാപ്പാനോട് പ്രാർത്ഥിക്കുക എന്ന വാക്യം തന്നെ തെറ്റാണല്ലോ. അങ്ങനെ വാക്യം ഉപയോഗിക്കാൻ പാടില്ലല്ലോ. കാരണം ഓച്ചറ ഉപ്പാപ്പ എന്ന് പറഞ്ഞാൽ തന്നെ അല്ലല്ലോ. ഉപ്പാപ്പ എന്ന് പറയുമ്പം തന്നെ വിശ്വാസി പറയുമ്പോൾ അത് അല്ലല്ല. അപ്പോൾ അള്ളാഹു അല്ലാത്തവരിലേക്ക് പ്രാർത്ഥന എന്ന വാചകം ചേർത്ത് കൊടുക്കുമ്പോൾ അപേക്ഷ എന്ന് മാത്രമേ അവിടെ അർത്ഥോദ്ദേശമുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ വിശ്വാസിയുടെ ആ പ്രയോഗത്തിൽ ആ വിശ്വാസിയുടെ പ്രയോഗം കൊണ്ട് തന്നെ അത് അലങ്കാര പ്രയോഗമാണ് എന്ന് മനസ്സിലാക്കാം. അലങ്കാര പ്രയോഗത്തിൽ നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല. കാരണം ഡോക്ടറെ സമീപിച്ച് മരുന്ന് കുടിച്ചിട്ട് അസുഖം മാറുമ്പോൾ സാധാരണ വിശ്വാസികൾ അടക്കം പറയാറുണ്ട്, ആ ഡോക്ടറാണ് എൻ്റെ സുഖക്കേട് മാറ്റിയത്, ആ ഡോക്ടറെ അടുത്ത് പോയിട്ടിട്ടാണ് എൻ്റെ അസുഖം മാറിയത്, ആ ഡോക്ടറുടെ മരുന്നുകൊണ്ടാണ് എൻ്റെ അസുഖം മാറിയത് എന്ന് പറയാറുണ്ട്. ഈ പ്രയോഗം ആലങ്കാരികമാണെങ്കിലേ ശരിയാവൂ. അല്ലെങ്കിൽ അള്ളാഹു മാത്രമാണല്ലോ രോഗശമനം നൽകുന്നത്. അപ്പോൾ അസുഖം ഭേദപ്പെടുത്തുന്നത് അള്ളാഹു മാത്രമായിരിക്കെ വിശ്വാസികൾ അത് ഡോക്ടറിലേക്കും മരുന്നിലേക്കും ചേർത്തി പറയുന്നത് മജാസും ആലങ്കാരികവുമായ പ്രയോഗമായതുപോലെ ഉപ്പാപ്പയിലേക്ക് ചേർത്തിയിട്ട് പ്രാർത്ഥന എന്ന് ഉപയോഗിക്കുന്നതും ആലങ്കാരികമായ പ്രയോഗമാണ്. ആ പ്രയോഗം വിശ്വാസികളിൽ നിന്ന് വരുന്നതിന് നമ്മൾ തിരുത്തേണ്ടതില്ല. അലങ്കാര പ്രയോഗം സാധാരണമാണല്ലോ. കഞ്ഞിയെ കുടിച്ചിട്ട് കഞ്ഞി കുടിച്ചു എന്ന് പറയാറുള്ളതും അലങ്കാര പ്രയോഗമാണ്. ഡോക്ടർ ചികിത്സിച്ചു, ഭേദപ്പെടുത്തി, ഡോക്ടർ സുഖപ്പെടുത്തി, സുഖക്കേട് മാറി എന്ന് പറയുന്നതും അലങ്കാരികമാണ്. ഇതുപോലെ ഉപ്പാപ്പയോട് പ്രാർത്ഥിച്ചു എന്ന പ്രയോഗവും അലങ്കാര പ്രയോഗമാണ്. ഇനി ആർക്കെങ്കിലും അത് തെറ്റിദ്ധാരണാജനകമാണെങ്കിൽ തെറ്റിദ്ധാരണജനകമാണെന്ന് തോന്നുന്ന സമൂഹത്തിനിടയിലോ ആൾക്കാർക്കിടയിലോ ആ പദം മാറ്റിയാൽ മതി എന്നല്ലേ പറയേണ്ടത്. അങ്ങനെ പറയുകയാണ് വഹാബികളെങ്കിൽ അവരുടെ ഉദ്ദേശശുദ്ധി നമുക്ക് മനസ്സിലാക്കാമായിരുന്നു. ഇവർ പറയുന്നത് പ്രാർത്ഥിക്കുന്നതോ യാചിക്കുന്നതോ ചോദിക്കുന്നതോ വിളിക്കുന്നതോ ശിർക്കാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും എന്നാണ്. ഓച്ചിറ ഉപ്പാപ്പ എന്ന ആളെക്കുറിച്ച് എനിക്കറിയില്ല. ഞങ്ങളുടെ നാട്ടിൽ അങ്ങനെ പറയപ്പെടാറുമില്ല. ഓരോരോ നാട്ടിലും പ്രാദേശികമായി ഔലിയാക്കളെന്നോ മഹാത്മാക്കളിലെന്നോ ജനങ്ങൾ വിശ്വസിക്കുന്നവർ ധാരാളം മാറുമല്ലോ. ആ കൂട്ടത്തിൽ ഒരാളായിരിക്കും ഓച്ചിറ ഉപ്പാപ്പ എങ്കിൽ അദ്ദേഹത്തെ വലിയായും മഹാത്മാവായും വിശ്വസിക്കുന്ന ആളുകൾ പ്രാർത്ഥിക്കുന്നതോ അപേക്ഷിക്കുന്നതോ അദ്ദേഹത്തോട് അവലാതി പറയുന്നതോ ആണല്ലോ വിഷയം. ഈ വിഷയം ശിർക്കല്ല എന്നാണ് ഇസ്തിഗാസയുമായി ബന്ധപ്പെട്ടും ഇസ്തിശ്വാവുമായി ബന്ധപ്പെട്ടും സുന്നികളുടെ നിലപാട്. പദപ്രയോഗത്തിൻ്റെ പേരിൽ മാത്രമുള്ളതാണ് ഒരു തർക്കമെങ്കിൽ ആ വിഷയത്തിലേക്ക് മാത്രം വഹാബികൾ ഇറങ്ങി വരട്ടെ. പദപ്രയോഗം ശുദ്ധീകരിക്കണം, നന്നാക്കണമെന്ന്. അപ്പോൾ സുന്നികൾ ആ കാര്യം പ്രത്യേകം പറയും. അത്തരം വാക്കുകളൊക്കെ നമ്മൾ ഉപേക്ഷിക്കണം എന്ന് പറയും. ഇല്ലാത്തിടത്തോളം ആലങ്കാരികമാണ് പ്രയോഗം എന്ന അറിവുണ്ടായിരിക്കെ, ഉദ്ദേശം വളരെ വ്യക്തമായിരിക്കെ, അള്ളാഹുവിനോട് പ്രാർത്ഥന നടത്തുന്നത് പോലെയുള്ള ഇബാദത്തല്ല ഇവിടെ നടത്തുന്നത് എന്ന് നമുക്കറിയാമെന്നിരിക്കെ പ്രാർത്ഥന എന്ന് പറയുന്നത് ആലങ്കാരികവും മജാസുമായി മാത്രം കണ്ടാൽ മതി. മജാസിനെ നമ്മൾ നിരാകരിക്കുകയോ എതിർക്കുകയോ ചെയ്യേണ്ടതില്ല. അത് മനുഷ്യന്മാരുടെ പ്രയോഗത്തിലെ സാധാരണമായ രീതിയാണ്. വ്യക്തമാണ്. ഈ മുഹിയുദ്ദീൻ ഷേഖ് റളിയല്ലാഹു അൻഹു ഈ അദ്ദേഹത്തിൻ്റെ ചില ഗ്രന്ഥങ്ങളിൽ തന്നെ വിളിക്കാൻ പാടില്ല എന്ന് നിരുത്സാഹപ്പെടുത്തിയതായി ഉണ്ടെന്ന് വഹാബികൾ പറയുന്നു. അതേപോലെ ഈ തൻ്റെ മകൻ അബ്ദുൽ വഹാബിനോട് മരണസമയത്ത് ചില വസിയത്തുകൾ ചെയ്തതിൽ എന്നെ വിളിക്കരുത്, അള്ളാഹുവിലേക്ക് മാത്രം അഭയം പ്രാപിച്ചാൽ മതി എന്നൊക്കെ അവർ പറയുന്നുണ്ട്. അതിൻ്റെ
അങ്ങനെ ശൈഖ് തങ്ങൾ അവർ പറഞ്ഞിട്ടേയില്ല. ശൈഖ് തങ്ങൾ അവർ വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തീരം ചെയ്യും ഞാനെന്നോവർ എന്ന് മുഹിയുദ്ദീൻ മാലയിൽ പറഞ്ഞതുപോലെ വല്ല നിലത്തുനിന്നും എന്നെ വിളിച്ചാൽ ഞാനപ്പം ആ വിളി കേൾക്കും, കാര്യം നടപ്പാക്കി തരും എന്ന് തൻ്റെ മുരീദുമാരോട് പറഞ്ഞതായി അദ്ദേഹത്തിൻ്റെ ഗ്രന്ഥങ്ങളിലും ഉപദേശങ്ങളിലും ഉണ്ട്. 1000 വട്ടം എൻ്റെ പേര് ചൊല്ലി വിളിച്ചാൽ ഞാൻ ആ കാര്യം എളുപ്പമാക്കി കൊടുക്കും എന്ന് തൻ്റെ ഗുരുമുരുദന്മാരോടും തൻ്റെ ശിഷ്യന്മാരോടും പറഞ്ഞതായും വസിയ്യത്തുകളിലുണ്ട്. എന്നെ വിളിക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞതായി ഒരു വസിയ്യത്തിലും അറിയില്ല, ഒരു വസിയ്യത്തിലും അതില്ല. എല്ലാ ഉലിയാക്കളും വൈദസ്തഅൻത ഫസ്തഇൻ ബില്ലാഹ് വൈദാ സഅൽത ഫസ്അലില്ലാഹ് എന്ന് നബി തങ്ങൾ ഇബ്നു അബ്ബാസിനോട് പറഞ്ഞ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും എല്ലാ യാചനകളും എല്ലാ അവലംബമാക്കലും എല്ലാ ഭരമേൽപ്പിക്കലും എല്ലാ പ്രതീക്ഷകളും അള്ളാഹുവിൽ മാത്രം അർപ്പിക്കണം വിശ്വാസി. മറ്റൊരു പടപ്പിലേക്കും ശ്രദ്ധിക്കരുത്. ഡോക്ടറിലേക്കോ വൈദ്യരിലേക്കോ ഗുരുവിലേക്കോ ഉമ്മയിലേക്കോ കടക്കാരനിലേക്കോ സഹായിയിലേക്കോ ഒരു മനുഷ്യനിലേക്കും പടപ്പുകളിലേക്കും ശ്രദ്ധിക്കാതെ അള്ളാഹുവിനെ മാത്രം ആധാരമാക്കി ജീവിക്കണം എന്ന തൗഹീദിൻ്റെ മഹത്തായ പാഠം നൽകിയിട്ടുണ്ട് ഈ ഹദീസ് വിവരിച്ചിട്ട്. അങ്ങനെ ഒന്ന് മുഹിയുദ്ദീൻ ശൈഖ് തങ്ങളുടെ ഉപദേശത്തിലുമുണ്ട്. അത് കണ്ട് തെറ്റിദ്ധരിച്ചതായിരിക്കാം വഹാബികൾ. ഒരു ഭാഗത്ത് അങ്ങനെ തൗഹീദിൻ്റെ ഉന്നതാർത്ഥം തൻ്റെ മക്കളോട് ഉപദേശിച്ച മഹാൻ തന്നെ മുരീദുമാരോട് ആവശ്യം വന്നാൽ നിങ്ങൾ ഇപ്പം എന്നെ വിളിക്കുന്ന മാതിരി വിളിച്ചുകൊള്ളൂ എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് മാലയിലും അതുപോലെ തന്നെ കുതുബിയത്തിലുമൊക്കെ അങ്ങനെ നമ്മൾ വിളിക്കുന്നതും മുരീദുമാർ വിളിച്ചു വരുന്നതും. അത് അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങളിൽ നിന്ന് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട്. വിശദമായ വിവരണത്തിന് മാല മുഹിയുദ്ദീൻ മാല എന്ന പേരിൽ നടത്തിയ നേർക്കുനേർ പരിപാടിയിലെ വിഷയാവതരണത്തിൻ്റെ കാസറ്റ് വിൽപ്പനയിലുണ്ട്, VCD ആയിരിക്കും വിൽപ്പനയിലുണ്ട്. അത് വാങ്ങി കേട്ടാൽ ശ്രദ്ധിച്ച് മനസ്സിലാക്കാം. വല്ല നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വായ്കൂടാ ഉത്തരം ചെയ്യും ഞാനെന്നോവർ എന്ന് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു പറഞ്ഞത് ഒരു വഅലിൻ്റെ മജ്ലിസിൽ അദ്ദേഹം വഅല് പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ആൾക്കാർ പരസ്പരം പലതിനെയും ചൊല്ലി സംസാരിച്ച കൂട്ടത്തിൽ അബ്ദുൽ ഖാദിർ ജീലാനിയോട് ചോദിക്കാൻ അവർ മടിക്കുന്നത് കണ്ട് അബ്ദുൽ ഖാദിർ ജീലാനി പറഞ്ഞതാണ്, വല്ലേ നിലത്തിന്നും എന്നെ വിളിപ്പോർക്ക് വാ കൂടാ ഉത്തരം, വാ അടയ്ക്കുന്നതിന് മുമ്പ് ഞാൻ മറുപടി പറയും, അതുകൊണ്ട് പെട്ടെന്ന് ചോദിച്ചോളൂ, മടിക്കണ്ട എന്ന് പറഞ്ഞതാണെന്ന് വഹാബികളൊക്കെ പറയാറുണ്ട്. അതിന് വല്ല ആധികാരികതയുണ്ടോ? അതാ ഞാൻ പറഞ്ഞത്. അത് എപ്പോൾ പറഞ്ഞ വാചകമാണ്, എങ്ങനെ ഉദ്ദേശിച്ച് പറഞ്ഞ വാചകമാണെന്ന് അതിൻ്റെ അറബി ഉദ്ധരണി സഹിതം മുഹിയുദ്ദീൻ മാല എന്ന നമ്മുടെ വിഷയാവതരണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. എപ്പോൾ എൻ്റെ മുരീദുമാർ എന്നെ വിളിച്ചാലും ഞാൻ അവരുടെ വിളി കേൾക്കും. ഞാൻ മരിച്ചു വഫാത്തായി എന്നതുകൊണ്ട് നിങ്ങൾ പരിഭവിക്കേണ്ട എന്ന അർത്ഥത്തിൽ തന്നെയാണ് ശൈഖ് തങ്ങൾ അത് പറഞ്ഞത് എന്ന് അദ്ദേഹത്തിന് ഇതിന് അവലംബമായ വസിയ്യത്ത് വായിച്ചാൽ നമുക്ക് ബോധ്യപ്പെടും. മറ്റതൊക്കെ കള്ളം പറഞ്ഞിട്ട് വെറുതെ ദുർവ്യാഖ്യാനം ചെയ്യുന്നതാണ്. മറ്റൊരു ചോദ്യം, 5 നേരം കൃത്യമായി നമസ്കരിക്കാത്ത ഒരാൾ ദിക്റിനും റാത്തീബിനും കുതുബിയത്തിനും എല്ലാ മജ്ലിസിലും സജീവമായി പങ്കെടുക്കുകയും എല്ലാ വർഷവും വർഷമെന്നല്ല മാസം തോറും എല്ലാ ഖബറിടങ്ങളും സിയാറത്ത് ചെയ്യുകയും ചെയ്യും. പക്ഷേ നിസ്കാരം എന്ന് പറയുന്ന സംഗതി അദ്ദേഹത്തിന് ഉണ്ടായിട്ടില്ല. ഈ ഒരു സിയാറത്തും ഈ ഒരു സലാത്തും ഈ ഒരു കുതുബിയത്തും റാത്തീബിൻ്റെയും പേരിൽ അദ്ദേഹം സ്വർഗത്തിൽ കടക്കുമോ, അതോ അദ്ദേഹം ഈ നിസ്കരിക്കാതെ ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ അള്ളാഹു തള്ളിക്കളയുമോ? നിസ്കാരം ഒഴിക്കുന്നത് ആരാണെങ്കിലും കുറ്റകരമായ തെറ്റാകുന്നു എന്ന് ശറഅ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. ആ നിസ്കാരം ഒഴിക്കാമെന്ന് ആരെങ്കിലും വാദിച്ചാൽ അത് കുഫ്റാണ് എന്നും ശറഅ് പഠിപ്പിച്ചിട്ടുള്ളതാണ്. സംഗതി അത് പല പരമാർത്ഥവും ഗൗരവതരമായ കുറ്റവുമാണ്. എങ്കിൽ പോലും ഒരു വിശ്വാസി അയാളുടെ വിശ്വാസം പരിപൂർണമായിരിക്കെ അമലുകളുടെ കൂട്ടത്തിൽ കർമ്മത്തിൽപ്പെട്ട നിസ്കാരം ഒഴിച്ചു എന്നതിൻ്റെ പേരിൽ മാത്രം അയാൾ നരകത്തിലാണെന്ന് വിധിക്കാൻ നമുക്കൊരവകാശവുമില്ല. അതുകൊണ്ട് തന്നെ നിസ്കാരം ഒഴിവാക്കിയ കുറ്റവും അല്ലാഹു തആല പൊറുക്കാം. അതിന് പല സൽക്കർമ്മങ്ങളും നിമിത്തമാകാം. അക്കൂട്ടത്തിൽ സിയാറത്ത് ചെയ്യുന്നതും മൗലിദ് ഓതുന്നത് പോലുള്ള പുണ്യകർമ്മങ്ങളും അദ്ദേഹത്തിന് ഫലപ്രദമായേക്കാം എന്നാണ് നമ്മൾ വിശ്വസിക്കേണ്ടത്. നിസ്കാരവും അയാൾ ഒഴിച്ചു, ഇനി വേറെ ഒരു കാര്യത്തിലും അയാൾ ഇടപെടണ്ട, ഒരു സൽക്കർമ്മവും വേണ്ട, ഒരു ദാനവും ചെയ്യണ്ട എന്ന് ഏതെങ്കിലും ആളുകൾ പറയുമോ? ഒരു കുറ്റം ചെയ്തെങ്കിൽ മറ്റേ പുണ്യങ്ങളെ കൊണ്ടെങ്കിലും അത് പരിഹാരമാകാൻ പറ്റുന്ന വിധത്തിൽ പെരുമാറണമെന്നല്ലേ വിശ്വാസികൾ പറയുള്ളൂ. നേരെ മറിച്ച് ഒന്ന് നമുക്ക് പറയാം, ഫർളായ നമസ്കാരം ഖളാ വീട്ടാനുള്ള സമയത്തിന് വിനിയോഗിക്കാതെ അദ്ദേഹം മറ്റൊന്നിലേക്ക് വിനിയോഗിക്കുകയാണെങ്കിൽ
അത് ഹലാലാവട്ടെ, പുണ്യമാവട്ടെ, മറ്റെന്ത് കർമ്മമാകട്ടെ ഹറാമാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് മസാല പറഞ്ഞു കൊടുക്കാം. എന്നല്ലാതെ നിസ്കാരം ഒഴിച്ച ആൾ മൗലൂദ് ഓതി ദിക്ർ ചൊല്ലി അതുകൊണ്ട് തീരെ ഫലപ്രദമില്ലെന്നോ ആഖിറത്തിൽ ഉപകാരപ്പെടില്ലെന്നോ അയാൾ എങ്ങനെയും നരകത്തിൽ കിടക്കുമെന്നോ ഒരു വിശ്വാസിയെക്കുറിച്ചും നമുക്ക് പറയാൻ പറ്റില്ല. നമസ്കാരം മാത്രമല്ല, നോമ്പും സക്കാത്തും ഹജ്ജും തുടങ്ങി ഒരു കർമ്മവും ചെയ്യാത്ത ഒരാളും നരകത്തിലുള്ള ശിക്ഷ കഴിഞ്ഞ ശേഷം ശുപാർശ കൊണ്ട് സ്വർഗത്തിൽ കടക്കുന്നതും, ഒരു ശുപാർശകരുമില്ലാത്ത ഒരു നന്മയും ചെയ്യാത്തവർ അള്ളാഹുവിൻ്റെ പ്രത്യേക റഹ്മത്ത് കൊണ്ട് നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ഉതഖാഉർ റഹ്മാനിൽപ്പെട്ടവരായിട്ടുള്ളതുമായ ഹദീസുകൾ ബുഖാരിയും മുസ്ലിമും നമുക്ക് പരലോക സംബന്ധമായി റിപ്പോർട്ട് ചെയ്തു തന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിസ്കാരമൊഴിച്ച ഒരാളാണെന്നതുകൊണ്ട് മാത്രം അയാൾ നരകത്തിലാണെന്ന് വിധി കൽപ്പിക്കരുത്. അത് ശരിയുമല്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. സംശയാസ്പദമായ കാര്യങ്ങൾ ഒഴിവാക്കി സംശയരഹിതമായ കാര്യങ്ങൾ അനുഷ്ഠിക്കലല്ലേ ഭംഗി. അതുകൊണ്ട് തന്നെ ഇതുപോലെയുള്ള ജനങ്ങൾ സംശയാസ്പദമായ കാര്യങ്ങൾ ഒഴിവാക്കി ഖുർആനിലേക്കും ഹദീസിലേക്കും പൂർണ്ണമായും മടങ്ങി ജീവിക്കലേ ഏറ്റവും നല്ലത്. ഒരു മനുഷ്യൻ ഒരാളുടെ ജീവിതകാലത്ത് കുത്തുബിയത്തോ റാത്തീബോ മൗലിദോ ചെല്ലിയില്ല എന്ന കാരണത്താൽ അയാളുടെ പരലോക ജീവിത വിജയത്തെ അത് ബാധിക്കുമോ ബാധിക്കുകയില്ല? സാധാരണഗതിയിലുള്ള ഒരു വസ്വാസാണിത്. വഹാബികൾ ഉണ്ടാക്കി തീർക്കാറുള്ളൊരു വസ്വാസ്. നിങ്ങളത് ഉദ്ധരിച്ചു വന്നേ ഉള്ളൂ. സംശയാസ്പദമായ കാര്യങ്ങൾ എന്ന് നബിതങ്ങൾ പറഞ്ഞത് ഇതിനൊന്നുമല്ല. സംശയാസ്പദമായ കാര്യങ്ങൾ എന്ന് പറഞ്ഞത് ഉലമാക്കൾ വ്യക്തമാക്കിയിട്ടില്ലാത്ത കാര്യങ്ങളിൽ സംശയാസ്പദമായി തോന്നുന്നതായ കാര്യങ്ങൾ, വിധി വ്യക്തമാക്കാത്ത കാര്യങ്ങൾ ഒഴിവാക്കിയിട്ട് വിധി വ്യക്തമാക്കിയിട്ടുള്ള കാര്യങ്ങൾ തന്നെ ചെയ്തുകൊണ്ട് ജീവിക്കുകയാണ് നല്ലത് എന്നാണ് ആ പറഞ്ഞ ഹദീസിൻ്റെ സാരം. വിധി വ്യക്തമാക്കി കഴിഞ്ഞ കാര്യങ്ങളും നാളിതുവരെ മുസ്ലിം തലമുറകളിലെ ഇമാമുമാരും പൂർവീകന്മാരും പുണ്യവാളന്മാരും ഒക്കെ ചെയ്തു പോകുന്നതുമായ ദുഷ്കർമ്മങ്ങളെ ഒരു ദുർപ്രഭാതത്തിൽ ആരെങ്കിലും കടന്നു വന്നിട്ട് അത് ശിർക്കാണ്, ബിദ്അത്താണ് എന്ന് വെറുതെ ജൽപ്പിക്കുക, വെറുതെ എല്ലാവരെയും മുശ്രിക്കാക്കുക എന്ന തോന്യാസം കാണിച്ചിട്ട് ആ തോന്യാസം കൊണ്ട് ജനങ്ങളിൽ വസ്വാസ് ഉണ്ടാക്കിയും കൊണ്ട് ഈ വസ്വാസ് ഉണ്ടായവരൊക്കെ അത് മാറ്റണമെന്ന് പറയുന്നത് തങ്ങൾ തന്നെ തോന്യാസം ഉണ്ടാക്കി, തങ്ങൾ തന്നെ വസ്വാസ് ഉണ്ടാക്കി, ആ വസ്വാസിൻ്റെ അടിസ്ഥാനത്തിൽ പുണ്യകർമ്മം ഒഴിവാക്കണം എന്ന് ആഹ്വാനം ചെയ്യുന്ന രീതിയാണ് അതിലടങ്ങിയിരിക്കുന്നത്. നാം ഇവിടെ വിഷയാവതരണത്തിൽ വ്യക്തമാക്കിയത് മഹാത്മാക്കളോട് ഇസ്തിഗാസ നടത്തുന്നതും മഹാത്മാക്കളോട് അന്യായം പറയുന്നതും റസൂലുള്ളാഹിനെ വിളിക്കുന്നതും റസൂലുള്ളാഹിനോട് അന്യായപ്പെടുന്നതും പുണ്യം കിട്ടുന്ന ഉപകാരപ്രദമായ ആഖിറത്തിൽ കൂലി കിട്ടുന്ന അമലാണ് എന്നാണ്. വളരെ വ്യക്തമായ ഹദീസുകളുടെ അടിസ്ഥാനത്തിൽ വ്യക്തമായി തന്നെ ഇമാമുകൾ പ്രസ്താവിച്ച വിധിയാണിത്. ഇതിലാർക്കാ സംശയം? ഇത് മനസ്സിലാകാത്ത ഒരാൾ പെട്ടെന്ന് വെറുതെ ജൽപ്പിച്ചുകൊണ്ട് ഇബ്നു തൈമിയ എന്തോ ഒരു അഭിപ്രായം സ്വന്തം നിലയിൽ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം സംശയം ഉണ്ടാകരുതല്ലോ. അപ്പോൾ കാലാകാലങ്ങളിൽ ഓരോരുത്തൻ വെറുതെ സന്ദേഹം ഉണ്ടാക്കിയിട്ട് ആ സന്ദേഹങ്ങളൊക്കെ ഉയർത്തിയിട്ട് സന്ദേഹമുള്ളത് ഒഴിവാക്കണ്ടേ എന്ന് പറയുന്നത് അർത്ഥവത്തായ പരിപാടിയല്ല. അങ്ങനെ നോക്കിയാൽ ഒരാൾ പറയാ നിസ്കരിക്കണേ എന്തിനാ, നിസ്കരിക്കണതിൽ ഞങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്, അതുകൊണ്ട് 5 വക്ത് നിസ്കാരം ഫർളാണ് എന്ന് പറയാൻ പറ്റില്ല എന്നും പറഞ്ഞിട്ടൊരാൾ സന്ദേഹം ഉണ്ടാക്കി. അങ്ങനെയും വന്നല്ലോ ചേകനൂർ മൗലവി. ആ സന്ദേഹം ജനങ്ങൾക്കിടയിൽ പരത്തിയിട്ട് സന്ദേഹമുള്ള നിസ്കാരം ഞമ്മക്കങ്ങ് ഒഴിവാക്കുക, സന്ദേഹമില്ലാത്ത വേറെ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ജീവിക്കാമെന്ന് ഒരാൾ പറഞ്ഞാലോ? അപ്പം അവിടെയല്ല ദഅ്മാ യരീബുക ഇലാ മാ ലാ യരീബുക എന്ന് പറഞ്ഞ ഹദീസിൻ്റെ അർത്ഥം. ഒന്നുകിൽ അത് മുജ്തഹിദുകളായ ഇമാമുകളോടാണ്. വിഷയം ഗവേഷണം ചെയ്യാൻ വേണ്ടി പ്രമാണങ്ങൾ പരതുമ്പോൾ വിഷയത്തിൻ്റെ വ്യക്തമായ മർമ്മം കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിൽ വ്യക്തമായി മർമ്മം കണ്ടെത്തിയ കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അഭിപ്രായം പറയാതിരിക്കുക എന്നാണ് ആ ഹദീസിൻ്റെ ഒരർത്ഥം. അല്ലെങ്കിൽ ഉലമാക്കളുടെ അഭിപ്രായങ്ങൾ പരതിയിട്ട് അവരുടെ വ്യക്തിമായ വിധി കാണാത്ത വിഷയങ്ങളിൽ നിങ്ങൾ വ്യക്തമായി വിധി പറഞ്ഞുകൊണ്ടും ഖുർആൻ ഹദീസിലുണ്ടോ എന്നും പറഞ്ഞു കണ്ട് സ്വന്തമായി അഭിപ്രായം പറഞ്ഞുകൊണ്ടും വസ്വാസ് ഉണ്ടാക്കരുത് എന്നാണ് ആ ഹദീസിൻ്റെ അർത്ഥം. ഇതനുസരിച്ച് ഈ ഹദീസ് വഹാബികളോട് ഓതി കൊടുക്കണം. ഉലമാക്കന്മാരൊക്കെ വിധി വ്യക്തമാക്കിയ ഈ വിഷയത്തിൽ നിങ്ങൾ സ്വന്തം അഭിപ്രായം പറഞ്ഞുകൊണ്ട് സന്ദേഹം ഉണ്ടാക്കരുത്, വസ്വാസ് ഉണ്ടാക്കരുത്. നിങ്ങൾ പറയുന്ന സന്ദേഹം ഒഴിവാക്കുക, മഹാന്മാർ വ്യക്തമാക്കിയ സന്ദേഹമില്ലാത്ത മസാലകൾ പിടിക്കുക എന്നാണ് നമ്മൾ ഈ ഹദീസിൻ്റെ അടിസ്ഥാനത്തിൽ പകരം പഠിപ്പിക്കേണ്ടത്. മനസ്സിലാക്കുള്ളൂ? നമ്മൾ ഒന്നാമത്തെ കക്ഷി അസ്ഹാബുൽ യമീൻ എന്ന് പറഞ്ഞു, രണ്ടാമത്തെ കക്ഷി അസ്ഹാബുൽ ഷിമാൽ എന്ന് പറഞ്ഞു, മൂന്നാമത്തെ കക്ഷി വസാബിഖൂൻ സാബിഖൂൻ എന്ന് നമ്മൾ പറഞ്ഞല്ലോ.
ഈ സാബിഖീങ്ങൾ ആരെയാണ് നിങ്ങൾ മനസ്സിലാക്കുക? ഇസ്തിഷ്ഫാ നടത്താൻ നടത്തുന്ന സാബിഖീങ്ങൾ എന്നല്ല, ദോഷങ്ങളൊന്നും വരാത്തവരും കുറ്റങ്ങളൊന്നും വരാത്തവരുമായിട്ടുള്ള മഹാത്മാക്കൾ എന്ന്. അതാരാണെന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട് കുറച്ച് ആളുകളെ. ഒന്ന് നബിമാർ, ഒന്ന് സിദ്ദീഖുകൾ, ഒന്ന് ശുഹദാ എന്ന് സ്വാലിഹുകൾ. ഇവരാണ് മഹാത്മാക്കൾ എന്ന് പറയുന്നത്. വമൻ യുതിഇല്ലാഹ വറസൂല ഫഉലൈക മഅല്ലദീന അൻഅമല്ലാഹു അലൈഹിം. അള്ളാഹു പ്രത്യേകം അനുഗ്രഹം ചൊരിഞ്ഞിട്ടുള്ള ആളുകൾ എന്ന് ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അതിനെ നമ്മൾ ഫാത്തിഹ സൂറത്തിലും സിറാത്തുല്ലദീന അൻഅംത അലൈഹിം, നീ പ്രത്യേകം അനുഗ്രഹിച്ചിട്ടുള്ള മഹാത്മാക്കൾ എന്ന് പറയുന്നത്. ആ മഹാത്മാക്കൾ ആരാണ് എന്ന് ഖുർആൻ തന്നെ പറയുന്നുണ്ട്. മിനൻ നബിയീന, നബിമാർ, വസ്സിദ്ദീഖീന, സിദ്ദീഖുകൾ, വശുഹദാ, ശുഹദാക്കൾ, വസ്വാലിഹീൻ, മറ്റു സാലിഹീങ്ങൾ. ഇവരിൽപ്പെട്ടവരാണ് നമ്മൾ ഈ പറഞ്ഞ മഹാത്മാക്കൾ. ആ മഹാത്മാക്കളെയാണ് നമ്മൾ മധ്യസ്ഥന്മാരെന്നും മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യുന്നവരെന്നും വിശുദ്ധ ഖുർആൻ പറഞ്ഞവരായി മനസ്സിലാക്കുന്നതും. ആരാണവരെന്ന് നബിമാരും സിദ്ദീഖീങ്ങളുടെയും കാര്യത്തിൽ മാത്രമേ നമുക്ക് നബിയുടെ ഹദീസിൽ നിന്നും മറ്റും വ്യക്തമായി ചില വിവരങ്ങൾ കിട്ടും. 25 പേരെ നബിമാരായി നമുക്കറിയാം, അത് വിവരം കിട്ടും. സിദ്ദീഖുൽ അക്ബർ എന്നവരെ സിദ്ദീഖാണെന്നും മറിയം റളിയല്ലാഹു അൻഹ സിദ്ദീഖത്താണെന്നും ഖുർആനും റസൂലും വിവരിച്ചിട്ടുണ്ട്, അതും നമുക്ക് കിട്ടും. ബാക്കി ആരാണെന്ന് തിട്ടമായി വ്യക്തമായി പറയാനറിയില്ലെങ്കിലും നമുക്കങ്ങനെ പ്രതീക്ഷിച്ചും ആശിച്ചും മഹാത്മാക്കൾ എന്ന് വിശ്വസിക്കുന്നവരെ വിളിക്കാം, പിടിക്കാം, ശഫാഅത്ത് ലഭ്യമാക്കാം എന്നാണ് നമ്മുടെ വിഷയാവതരണത്തിൻ്റെ കാതിൽ. ഇന്ന ആള് എന്ന് വ്യക്തമാക്കി പറയാൻ നമുക്ക് നിവൃത്തിയില്ല, അത് അള്ളാഹുവിൽ മാത്രമുള്ള കാര്യമാണ്. ചില മക്ബറകളോട് ചേർന്ന് കൽവിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വിളക്കുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. മുൻകാലങ്ങളിൽ കറണ്ട് ഒന്നും ഇല്ലാത്ത സാഹചര്യത്തിൽ ഇരുട്ടിന് വെളിച്ചമാകാൻ വേണ്ടി അത് ഉപയോഗിച്ചിരുന്നതാണെന്നാണ് പുറത്തുള്ള ധാരണ. ഇന്നും പല ആളുകളും വന്നിട്ട് പകലും രാത്രിയും നല്ല വെളിച്ചമുള്ളപ്പോൾ തന്നെ ആ വിളക്കുകൾ കത്തിക്കാറുണ്ട്. അതിന്റെ പേരിൽ എന്തെങ്കിലും പുണ്യം ലഭിക്കുമോ? ഖബറിങ്ങൽ വെളിച്ചം വെക്കുക, ഖബറിങ്ങൽ ലൈറ്റ് കത്തിക്കുക, ഖബറിങ്ങൽ ഫലകം കത്തിക്കുക, ഈ കാര്യമാണല്ലോ നിങ്ങൾ ചോദിച്ചത്. ഇത് കർമ്മപരമായ ഒരു കർമ്മങ്ങളുടെ വിധിയെല്ലാം വിവരിച്ചിട്ടുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിൽ ഇതിൻ്റെ വിധി വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഖബറാളി ഇന്ന ആളാണ് എന്ന് മറഞ്ഞു പോകാതിരിക്കാനും അദ്ദേഹത്തിൻ്റെ സിയാറത്തിനെ എന്നെന്നും പുതുക്കാനും എൻ്റെ കുടുംബക്കാരൻ, എൻ്റെ ബാപ്പ, അല്ലെങ്കിൽ എൻ്റെ ഉറ്റവർ, അല്ലെങ്കിൽ ഇന്ന വലിയ ഇന്ന ആളാണ് എന്നും അറിയപ്പെടാനും വേണ്ടിയിട്ട് ഫലകത്തിൽ പേരെഴുതി വെക്കുന്നത് കുഴപ്പമില്ല. അത് വേണമെങ്കിൽ സുന്നത്താണെന്ന് തന്നെ പറയാം എന്ന് നമ്മുടെ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ പൊതുവെ പേരെഴുതി വെക്കുക എന്നത് അഭിമാനത്തിനോ വലുപ്പത്തരത്തിനോ ആണെങ്കിൽ അത് കറാഹത്താകുന്നു എന്നും ഫുഖഹാ വ്യക്തമാക്കിയിട്ടുണ്ട്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ കുറ്റമില്ലാത്ത തെറ്റ്. അതുപോലെ വിളക്ക് കത്തിക്കുന്നത് വളരെ അപൂർവമെങ്കിലും ആവശ്യമായി വരുമെങ്കിൽ വിളക്ക് കത്തിക്കൽ അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം കറണ്ട് പോകുന്ന അപൂർവം ഘട്ടങ്ങളിലെങ്കിലും ഉപകാരപ്പെടും എന്ന പ്രതീക്ഷയോടെയാണ് ഒരാൾ വിളക്ക് കത്തിക്കുന്നതെങ്കിൽ ആ വിളക്ക് കത്തിക്കുന്നത് അനുവദനീയമാണെന്ന് മനസ്സിലാക്കാം. ഇതൊന്നുമില്ലാതെ വെറുതെ അനാവശ്യമായിട്ട് വിളക്ക് കത്തിക്കുകയാണെങ്കിൽ അത് കറാഹത്താണെന്നാണ് നമ്മുടെ മദ്ഹബിലെ പ്രബലമായ നിയമം. അത് നമ്മുടെ ഇമാമുകളൊക്കെ വിവരിച്ചിട്ടുണ്ട്. ശിർക്കല്ല, ബിദ്അത്തല്ല, കുഫ്റല്ല, ഹറാമല്ല, കറാഹത്ത്. കറാഹത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ താടി വടിക്കണുണ്ടല്ലോ, താടി വടിക്കണം, ഇതിപ്പോൾ കറാഹത്താണ്. ഇതേപോലത്തെ ഒരു കറാഹത്താണ് ആവശ്യമില്ലാതെ വിളക്ക് കത്തിക്കൽ ഖബറിങ്കൽ എന്നുണ്ട്. പാഴാക്കി കളഞ്ഞിട്ടുള്ള വല്ല യതീമക്കൾ മുതലും മറ്റൊക്കെ ആകുമ്പോൾ ഇത് ഹറാമാണെന്നും വരും. അപ്പം ഹറാമോ കറാഹത്തോ ആയിട്ട് വരുന്ന വിളക്ക് കത്തിക്കുന്ന ആചാരം ആചരിക്കരുത് എന്ന് നമുക്ക് പഠിപ്പിക്കണം. അത് പഠിപ്പിക്കാറുമുണ്ട്. ഉദാഹരണമായി IPS എന്ന ഒരു പ്രസിദ്ധീകരണ സംഘത്തിൻ്റെ ചെയർമാനാണ് ഞാൻ. ഈ IPS പുറത്തിറക്കുന്ന ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ മഖ്ബറയും ആചാരങ്ങളും എന്ന് പറയുന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ ഇതെല്ലാം വിശദമായി വിവരിച്ചിട്ടുണ്ട്. സുന്നികളുടെ യഥാർത്ഥ വിശദീകരണങ്ങളിലും ഇതൊക്കെ പറയാറുമുണ്ട്. പക്ഷേ ഒരു വിളക്ക് കത്തിക്കുന്ന കാര്യം മാത്രം എടുത്തുദ്ധരിച്ചിട്ട് സിയാറത്ത് എന്ന പുണ്യകർമ്മത്തെയും അവിടെ പോയി എന്തെങ്കിലും പ്രാർത്ഥിക്കുന്നതിനെയും തവസ്സുൽ നടത്തുന്നതിനെയും ആസകലം കുറ്റപ്പെടുത്തുന്ന രീതിയാണ് നമ്മളിവിടെ വിമർശന വിധേയമാക്കുന്നത്. അതാണ് വഹാബിസം. കർമ്മങ്ങളുടെ വിധി കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങൾ നോക്കിയിട്ട് വിശദീകരിക്കേണ്ടതും പഠിക്കേണ്ടതുമാണ്. അതിൽ ഹറാമായത് ഹറാം, കറാഹത്തായത് കറാഹത്ത്, സുന്നത്തായത് സുന്നത്ത്.
ഞാനൊന്നുകൂടി നിങ്ങൾ ചോദിച്ചത് പറഞ്ഞാട്ടെ. ഉപകാരപ്രദമാണ് സിയാറത്തിനെന്നും ഇന്ന ആളാണ് ഖബറാളി എന്നറിയാനും ഉപകാരപ്പെടുമെങ്കിൽ പേരെഴുതി വെക്കുന്നത് സുന്നത്താണെന്ന് ഫുഖഹാവ് വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലെങ്കിൽ അനുവദനീയമെങ്കിലും ആണ്. ആവശ്യമില്ലാതെ പേരെഴുതി വെക്കൽ കറാഹത്താണ്. വിളക്ക് കത്തിക്കുന്നത് അപൂർവമെങ്കിലും ആവശ്യം വരും എന്ന് ധാരണയുണ്ടെങ്കിൽ വിളക്ക് കത്തിക്കാം, അനുവദനീയമാണ്. ഒരിക്കലും ആവശ്യമില്ല, അനാവശ്യമാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ അങ്ങനെ ചെലവഴിക്കുന്നത് ഹറാം എന്നും കറാഹത്തെന്നും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. അതനുസരിച്ചുകൊണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കാം. ഉസ്താദ് ആശയവിശദീകരണത്തിനിടയിൽ പറഞ്ഞൊരു ഹദീസിലാണ് എനിക്ക് സംശയം. എങ്ങനെ? വിശദീകരണത്തിനിടയിൽ പറഞ്ഞ ഒരു ഹദീസിലാണ് സംശയം. അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ മഴയ്ക്ക് വേണ്ടി തവസ്സുൽ ചെയ്ത ഒരു വിഷയത്തിലാണ്. അതായത് ആ ഹദീസിൽ ഉസ്താദ് പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കിയതുപോലെ, ഇത്രയും കാലം തവസ്സുലാക്കിയതുപോലെ ഞങ്ങൾ ഇപ്പോൾ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിനെ തവസ്സുലാക്കി മഴയ്ക്ക് വേണ്ടി ഞങ്ങൾ തേടുന്നു. അപ്പോൾ അതായത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ ഒരു സന്ദർഭത്തിൽ ജീവിച്ചിരിപ്പുണ്ട്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരിച്ചതിന് വഫാത്തായതിനു ശേഷമുള്ള കാര്യമാണത്. അപ്പം ഇത്രയും നാൾ ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുൽ ചെയ്തതുപോലെ, പോലെ എന്ന് പറയുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവനോടെ ഉണ്ട്, ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നബിയോട് തവസ്സുൽ ചെയ്തതുപോലെ അല്ലേ അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന് ചോദിച്ചത്. അതായത് അബ്ബാസ് റളിയല്ലാഹു അൻഹു ജീവനോടെ ഉണ്ട്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവനോടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ചോദിച്ചതുപോലെ അല്ലേ എന്നാണ് ഒരു സംശയം. അതായത് തവസ്സുലിനാണോ അവിടെ, ആ സന്ദർഭത്തിലാണോ ജീവിച്ചിരിക്കുക മരിക്കുക എന്നുള്ള ആ ഒരു അവസ്ഥയിലാണോ ഇത് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്, അതോ തവസ്സുലിനാണോ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത്? കഴിഞ്ഞെങ്കിൽ ഞാൻ പറയാം. നിങ്ങൾ ചെറിയ തെറ്റിദ്ധാരണ, ഇവർ സൃഷ്ടിക്കുന്ന തെറ്റിദ്ധാരണയിൽ അകപ്പെട്ടാണ് അങ്ങനെ ചോദിക്കുന്നത്. ഈ ഹദീസിൻ്റെ വാക്യം അല്ലാഹുമ്മ ഇന്നാ കുന്നാ നതവസ്സലു ഇലൈക ബിനബിയ്യിന ഫതസ്ഖീന. അതിൻ്റെ അർത്ഥം ഞാൻ നേരിട്ട് ഒറ്റ വാക്ക് പറയാം. അല്ലാഹുമ്മ, അല്ലാഹുവേ, ഇന്ന നിശ്ചയം ഞങ്ങൾ, കുന്ന ഞങ്ങളായിരുന്നു, നതവസ്സലു ഇലൈക നിന്നോട് തവസ്സുൽ ചെയ്ത് പ്രാർത്ഥിക്കുമായിരുന്നു, ബിനബിയ്യിന ഞങ്ങളുടെ നബിനെ കൊണ്ട്, ഫതസ്ഖീന അങ്ങനെ നീ ഞങ്ങൾക്ക് കുടിപ്പിക്കാറുമുണ്ടായിരുന്നു, വ ഇന്നാന തവസ്സുലയിലേക്ക ഞങ്ങളിതാ തവസ്സുൽ ചെയ്യുന്നു, ബി അമ്മി നബിയിക്ക നിന്റെ പ്രവാചകന്റെ അമ്മ പൃഥ്വിനെ കൊണ്ട്, അതുകൊണ്ട് ഫസ്റ്റിന നീ ഞങ്ങൾക്ക് വെള്ളം തരണേ എന്നാണ്. അതായത് നബിയോട് തവസ്സുൽ ചെയ്ത പോലെ എന്ന വാചകം ഹദീസിലില്ല. പോലെന്ന് വെറുതെ ഉണ്ടാക്കുന്നതാണ്. ഞങ്ങൾ ചെയ്തിരുന്നു എന്ന പഴയ കാലത്തെ ഒരു വഴക്കം പറയുകയാണ്. ഈ വാക്യത്തിൽ ജീവിതകാലത്തോ മരണകാലത്തോ എന്ന് രണ്ടും വ്യക്തമാക്കിയിട്ടില്ല. ഞങ്ങൾ തവസ്സുൽ ചെയ്തിരുന്നു എന്ന് പറഞ്ഞാൽ രണ്ടും വ്യക്തമല്ല. അപ്പോൾ ജീവിതകാലത്ത് ചെയ്ത തവസ്സുലും അതിൽപ്പെടും, മരണകാലത്ത് ചെയ്ത തവസ്സുലും അതിൽപ്പെടും എന്നാണ് ഭാഷാ നിയമം. കാരണം ഇന്ന സമയത്ത് എന്ന് വ്യക്തമാക്കാതെ മുത്തലക്ക് എന്നറിയാൻ നിരുപാധികമായി ഒരു പദം പ്രയോഗിച്ചാൽ ആ നിരുപാധികമായ പദത്തിൻ്റെ വ്യാപ്തിയിൽ എന്തെല്ലാം വരുമോ അതെല്ലാം ആ വാക്കുകൊണ്ട് അർത്ഥോദ്ദേശം നൽകണം എന്നാണ് ഭാഷാ നിയമം. ഈ നിയമപ്രകാരം ജീവിതകാലത്ത് നബിയോട് ഞങ്ങൾ തവസ്സുൽ ചെയ്തിരുന്നു, നബിയെ കൊണ്ട് തവസ്സുൽ ചെയ്തിരുന്നു, ഇപ്പം അബ്ബാസിൻ്റെ ജീവിതകാലത്ത് ചെയ്ത പോലെ, വഫാത്തിന് ശേഷവും ഞങ്ങൾ നബിയോട് തവസ്സുൽ ചെയ്തിരുന്നു എന്നും ആ ഹദീസിന് അർത്ഥമുണ്ട് എന്നാണ് നമ്മുടെ ഇമാമുകളൊക്കെ വിവരിച്ചത്. നബി വഫാത്തായത് കൊണ്ടാണ് അബ്ബാസ് എന്നവരെ കൊണ്ട് തവസ്സുൽ ചെയ്തത് എന്ന് ആ ഹദീസിൻ്റെ വിശദീകരണത്തിൽ ആരും പറഞ്ഞിട്ടില്ല. അങ്ങനെ പറഞ്ഞത് പിശകാകുന്നു എന്ന് നമ്മുടെ വ്യാഖ്യാന ഗ്രന്ഥങ്ങളിൽ ഫതുഹുൽ ബാരിയിലടക്കം ഉദ്ധരിച്ചിട്ടും ഉണ്ട്. അപ്പോൾ അത് വെച്ചാണ് ഞാൻ ആ ഹദീസ് പറഞ്ഞത്. പിന്നെ വഹാബികളുമായി ബന്ധപ്പെട്ട് ഞാൻ ഊട്ടിക്കാണിച്ചത് ജീവിതകാലത്ത് വ്യക്തിയെ കൊണ്ട് തവസ്സുൽ ചെയ്യും എന്നത് വഹാബികൾ അംഗീകരിക്കുന്നില്ല. വ്യക്തിയെ കൊണ്ടുള്ള തവസ്സുൽ ജീവിതകാലത്തും മരിച്ചാലും എല്ലാം ഹറാമാകുന്നു, ബിദഅത്താകുന്നു എന്നാ വഹാബികളുടെ വാദം. ഇബ്നു തൈമിയ്യ അത് വ്യക്തമാക്കിയിട്ടുണ്ട്. കർമ്മം കൊണ്ട് തവസ്സുലാകാം, അള്ളാന്റെ ഇസ്മു കൊണ്ട് തവസ്സുലാകാം, അള്ളാന്റെ സിഫത്ത് കൊണ്ട് തവസ്സുലാകാം. വ്യക്തിയെ കൊണ്ട് തവസ്സുൽ ചെയ്യുന്നത് ശരിയല്ല, തെറ്റാവുന്നു എന്നാണ് അവരുടെ വാദം. വ്യക്തി മരിച്ചാലും ജീവിച്ചിരുന്നാലും തെറ്റാകുന്നു എന്നാണ് അവരുടെ വാദം. ആ വാദത്തിന് എന്തായാലും ഈ പറയുന്ന വാക്യത്തിൽ ഖണ്ഡനമില്ലേ? ഞാനതിനല്ല അത് ഉദ്ധരിച്ചത്.
ഈ ഹദീസിന്റെ പശ്ചാത്തലത്തിൽ വയുസ്തഫാദു മിൻ ഖിസ്സത്തിൽ അബ്ബാസി ഇസ്തിഹ്ബാബുൽ ഇസ്തിശ്ഫാഇ ബി അഹ്ലിൽ ഖൈരി വസ്വലാഹി, സദ്വൃത്തരായ ആളുകളെ കൊണ്ടെല്ലാം വ അഹ്ലി ബൈത്തി നുബുവ്വത്തി, നബി കുടുംബത്തിൽപ്പെട്ടവരെ കൊണ്ട് വിശേഷിച്ചും ഇസ്തിശ്ഫാ നടത്തൽ സുന്നത്താണെന്ന് അബ്ബാസിന്റെ സംഭവത്തിൽ നിന്ന് ഗ്രഹിക്കപ്പെടാം എന്ന് ഫതുഹുൽ ബാരിയിൽ പറഞ്ഞ വാക്യമാണ് ഞാൻ ഉദ്ധരിച്ചത്. അതിൻ്റെ പശ്ചാത്തലം വിവരിക്കാൻ മാത്രമാണ് ഞാൻ ബുഖാരിയിൽ ആ സംഭവം ഉദ്ധരിച്ചത്. അപ്പോൾ ഇസ്തിശ്ഫാ സുന്നത്താണ് എന്ന് ഈ ഹദീസിൻ്റെ വ്യാഖ്യാനമായി ഇമാമുകൾ വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാണ് എൻ്റെ സമയത്തിൻ്റെയും വിശദീകരണത്തിൻ്റെയും മർമ്മം. അവിടെ തവസ്സുൽ വ്യക്തിയെ കൊണ്ട് ചെയ്യാൻ പാടില്ല എന്ന് മരിച്ചാലും ജീവിച്ചിരുന്നാലും പാടില്ല എന്ന് പറയുന്ന വഹാബികൾക്ക് ശരിക്കും ഖണ്ഡനം ആ ഹദീസിലുണ്ട്. നബിയെ കൊണ്ട് തവസ്സുൽ ചെയ്തിരുന്നു എന്ന് പറഞ്ഞത് ജീവിതകാലത്ത് മാത്രമാകുന്നു എന്ന് വഹാബികൾ പറയുന്നതിന് ഒരു തുണ്ട് കഷ്ണം പോലും ഹദീസിൽ എവിടെയും പരാമർശമില്ല, തെളിവില്ല. ജീവിതകാലത്തും വഫാത്തിന് ശേഷവും ചെയ്തതെല്ലാം ഈ തവസ്സുലിൽ പെടുമെന്നും നബിനോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ടതും അല്ലാത്തതും അതിൽ പെടുമെന്നും നമ്മുടെ ഇമാമുകൾ വിശദീകരിച്ചിട്ടുണ്ട് ഈ ഹദീസിൻ്റെ വ്യാഖ്യാനത്തിൽ. അത് മനസ്സിലാക്കിയാൽ മതി. സംശയം തീർന്നല്ല.